ഗസയിൽ ഇങ്ങനെ ജനങ്ങളെ ഇടിച്ചു നിർത്തുന്ന മിസൈലിങ്ങും ബോംബിങ്ങും ഡ്രോൺ ആക്രമണങ്ങളും ആക്രമിക്കണമെന്ന് കേരളത്തിലെ മുഖ്യമന്ത്രി പറഞ്ഞിട്ടുണ്ട്. ലോകത്തെല്ലായിടത്തും മനുഷ്യത്വത്തിൻ്റെയും നീതിയുടെയും ഭാഗത്ത് നിൽക്കുന്ന ഭരണാധികാരികൾ അങ്ങനെ പറഞ്ഞിട്ടുണ്ട്. വളരെ സങ്കുചിതമായ മൂലധന താല്പര്യങ്ങൾക്ക്, റിയൽ എസ്റ്റേറ്റ് മാഫിയകൾക്ക് വേണ്ടി ചിന്തിക്കുന്ന ആളുകളാണ് DK ശിവകുമാർ, സിദ്ധാരാമയ്യ, കുഞ്ഞാലിക്കുട്ടി, KC വേണുഗോപാൽ തുടങ്ങിയിട്ടുള്ള കോൺഗ്രസ് നേതാക്കൾ. ഡൽഹിയിലെ ജഹാംഗീർപുരിയിലെ ബുൾഡോസറുകൾ മുസ്ലിം ചേരികൾക്കെതിരായിട്ട് നീങ്ങിയപ്പോൾ, ഇടിച്ചു നിരത്തൽ ആരംഭിച്ചപ്പോൾ അവിടെ ഇറങ്ങി അരുത് എന്ന് വിരൽ ചൂണ്ടി പറയാൻ ഒരാളെ ഉണ്ടായിട്ടുള്ളൂ. ഇത് CPMൻ്റെ അന്നത്തെ പോളിറ്റ് ബ്യൂറോ അംഗ സഖാവ് വൃന്ദാക്കാരാട്ട. ഇന്ത്യയിലെ ഏറ്റവും മുസ്ലിം ഭൂരിപക്ഷ പ്രദേശം നൂഹാണ്. 80% മുസ്ലിങ്ങൾ താമസിക്കുന്ന പ്രദേശമാണ്. ആ നൂഹിലാണ് പശുക്കടത്തിൻ്റെ പേരിൽ മുസ്ലിങ്ങൾ ആക്രമിക്കപ്പെട്ടത്. അതിനെ തുടർന്നുള്ള കലാപം. ആ കലാപത്തിൽ പിന്നീട് എന്താ ചെയ്തത്? മുസ്ലിം ഗല്ലികൾ, ചേരികൾ ഇടിച്ചു നിരത്താൻ ബുൾഡോസർ പോവുക, മുനിസിപ്പാലിറ്റികൾ ബുൾഡോസർ അയക്കുക. അവിടെയൊന്നും നമ്മൾ ആരെ കണ്ടിട്ടില്ല, ഒരൊറ്റ കോൺഗ്രസ് തന്നെ കണ്ടിട്ടില്ല. ഈ കർണാടകയിൽ UP ആയിട്ടുള്ള വ്യത്യാസം എന്താണെന്നാണ് കുഞ്ഞാലിക്കുട്ടി പറയുന്നത്? അവിടെ മുസ്ലിം, അവിടെ കർണാടക യലഹങ്കയിലെ താമസക്കാർ, ഈ ഫക്കീർ കോളനിയിലെയും വസീം ലേഔട്ടിലെയും താമസക്കാരിൽ 80% മുസ്ലിങ്ങളാണ്. നന്ദിഗ്രാമിൽ സംഭവിക്കാൻ പാടില്ലാത്തായിരുന്നു. BJPയുടെ സംസ്ഥാന അധ്യക്ഷനായ ഒരാളുണ്ട്, അയാളുടെ റൂട്ട് മുഴുവൻ ബാംഗ്ലൂരാണ്, കർണാടകയാണ്. രാജീവ് ചന്ദ്രശേഖർ എന്നാണ് അദ്ദേഹത്തിൻ്റെ പേര്. അദ്ദേഹം ഇതേ സിദ്ധാരാമയ്യ സർക്കാരിൽ നിന്ന് അവിടെ ഇൻഡസ്ട്രിയൽ ഡെവലപ്മെൻറ്റിന് വേണ്ടി 300 ഏക്കർ ഭൂമി വാങ്ങിയിട്ടുണ്ട്. ഒരേക്കറിന് 1 ലക്ഷം റുപ്യ കൊടുത്തിട്ടാണ് അയാൾ വാങ്ങിച്ചത്. അയാൾ അവിടെ എന്ത് ഇൻഡസ്ട്രിയാണ് തുടങ്ങിയത്? വെറുപ്പിൻ്റെ കമ്പോളത്തിൽ സ്നേഹത്തിൻ്റെ കട തുറന്നു. ഇത് രാഹുൽ ഗാന്ധിൻ്റെ വാക്യമാണ്. ഈ വാക്യം ഇന്ത്യയിലെ ജനാധിപത്യ വിശ്വാസികളെ സംബന്ധിച്ച് വലിയ ആശ്വാസം നൽകിയതായിരുന്നു. ആ രാഹുൽ ഗാന്ധിയുടെ പാർട്ടി ഭരിക്കുന്ന ഒരു സംസ്ഥാനത്തിലാണ്, കർണാടകയിലാണ് 300ഓളം വീടുകൾ ബുൾഡോസറുകൾ വെച്ച് ഇടിച്ചു പൊളിച്ചിട്ടുണ്ടായിരുന്നത്. ഈ പ്രവൃത്തിയെ ഒരു രാഷ്ട്രീയ പ്രവർത്തകൻ എന്ന നിലയിൽ താങ്കൾ എങ്ങനെ നോക്കിക്കാണുന്നു? ഇന്ത്യയിലെ വിദ്വേഷ പ്രചരണത്തിൻ്റെയും ന്യൂനപക്ഷ ഹത്യയുടെയും ഒക്കെ അരക്ഷിതത്വം തിങ്ങി നിറഞ്ഞ അത്യന്തം സങ്കടകരമായ ഒരു സാഹചര്യത്തിൽ, ഒരു സന്ദർഭത്തിൽ പ്രതിപക്ഷ നേതാവ് നടത്തിയ ഈ പ്രസ്താവന അങ്ങേയറ്റം സ്വാഗതം ചെയ്യപ്പെട്ടതാണ്. വെറുപ്പിൻ്റെ കമ്പോളത്തിൽ സ്നേഹത്തിൻ്റെ കട തുറക്കുകയാണ് ഹിന്ദുത്വത്തെ പ്രതിരോധിക്കുന്ന എല്ലാ പ്രസ്ഥാനങ്ങളും ചെയ്യേണ്ടത്. വിദ്വേഷവും ന്യൂനപക്ഷങ്ങൾക്കെതിരായ വിധ്വംസകമായ കടന്നാക്രമണങ്ങളും ഒരു അജണ്ടയാക്കി മാറ്റി അങ്ങനെ ഈ രാജ്യത്തെ മതാത്മകമായ ഈ ഹിന്ദുത്വത്തിൻ്റെതായ ഒരു രാഷ്ട്രഘടനയിലേക്ക് നയിക്കുക എന്നതാണ് RSS ലക്ഷ്യം വെക്കുന്നത്. അതിനെതിരായിട്ടുള്ള പ്രതിരോധത്തിൽ വളരെ പ്രധാനമാണ് വിദ്വേഷ പ്രചരണങ്ങൾക്ക് വെറുപ്പിൻ്റെ കമ്പോളം സൃഷ്ടിക്കുന്ന സംഘപരിവാറിനെതിരായിട്ട് സ്നേഹത്തിൻ്റെ കടകളായ പ്രതിരോധങ്ങൾ ഞങ്ങൾ തീർക്കും എന്ന് പറയുന്നത്. പക്ഷേ നിർഭാഗ്യവശാൽ രാഹുൽ ഗാന്ധിയുടെ പാർട്ടിക്ക് അത് കഴിയില്ല. അത് ചരിത്രപരമായ കാരണമാണ്. രാഹുൽ ഗാന്ധിയുടെ എംബിഷൻസ്, അദ്ദേഹത്തിൻ്റെ ആഗ്രഹങ്ങൾക്കപ്പുറത്ത് ചരിത്രപരമായ ചില കാര്യങ്ങളുണ്ട്. ഒരു കാലത്തും ഹിന്ദുത്വത്തോട് കണക്ക് തീർക്കാത്ത പ്രസ്ഥാനമാണ് സംഘപരിവാർ. രാഹുൽ ഗാന്ധിയേക്കാൾ ആധികാരികത്വവും ദേശീയ അംഗീകാരവും വിശ്വവിഖ്യാതനുമായ ഒരാളാണ് ഇന്ത്യയുടെ പ്രഥമ പ്രധാനമന്ത്രിയായ ജവഹർലാൽ നെഹ്റു. ഇന്ത്യയിൽ ഇന്ന് നമ്മൾ അനുഭവിക്കുന്ന വിദ്വേഷത്തിൻ്റെ കമ്പോളം തുറക്കുന്നതിൽ ഏറ്റവും പ്രധാനപ്പെട്ട പങ്ക് വഹിച്ചത് ബാബറി മസ്ജിദാണ്. അതുമായി ബന്ധപ്പെട്ട തർക്കമാണ്. അതിൻ്റെ തകർച്ച അന്വേഷിച്ച ജസ്റ്റിസ് ലിബർഹാൻ കമ്മീഷൻ ആ റിപ്പോർട്ടിൽ എടുത്തു പറഞ്ഞൊരു കാര്യമുണ്ട്. ഇന്ത്യൻ സമൂഹത്തെ വർഗീയ വിഭജനത്തിൻ്റെ തീരങ്ങളിലേക്ക് തള്ളിവിട്ട വിഷയമാണ് ബാബറി മസ്ജിദ് തർക്കവും അതിൻ്റെ തകർക്കലും എന്നത്. ആ ബാബറി മസ്ജിദ് തർക്കം സ്വതന്ത്ര ഇന്ത്യയിൽ ആരംഭിക്കുന്ന എപ്പോഴാണ്? 1949 ഗാന്ധി വധത്തിന് ശേഷം ഒറ്റപ്പെട്ടു പോയ കോൺഗ്രസ്, BJP, എല്ലാ അർത്ഥത്തിലും RSS എല്ലാ അർത്ഥത്തിലും ഒറ്റപ്പെട്ടു പോയി. RSS നേതാക്കന്മാർക്ക് ഗാന്ധി വധത്തിൽ പങ്കുണ്ടെന്ന് വന്നു. സവർക്കർ അതിലെ ഗൂഢാലോചനയിലെ പ്രതിസ്ഥാനത്ത് വന്നു. അങ്ങനെ ഒറ്റപ്പെട്ടുപോയ നിരോധിക്കപ്പെട്ട ഒരു പ്രസ്ഥാനം വീണ്ടും ഇന്ത്യയുടെ ദേശീയ രാഷ്ട്രീയത്തിൽ കടന്നു വരാൻ ഒരു കരുവാക്കി മാറ്റിയത് ബാബറി മസ്ജിദിനെയായിരുന്നു. ചരിത്രത്തിൽ നിന്ന് അവർ ബാബറി മസ്ജിദ് ഉയർത്തിക്കൊണ്ട് ബാബർ ചക്രവർത്തി ഒരു ക്ഷേത്രം പൊളിച്ച് രാമൻ്റെ ജന്മസ്ഥലത്തുണ്ടാക്കിയ പള്ളിയാണ് ബാബറി മസ്ജിദ് എന്നത്. 1949 ഡിസംബർ 22 ഒരു രാമായണ മാസ ആചരണത്തിൻ്റെ
ഗതിക്കിടയിലാണ് ഈ പള്ളിക്കകത്തേക്ക് രാമൻ്റെയും സീതയുടെയൊക്കെ വിഗ്രഹങ്ങൾ കൊണ്ടുവച്ച് അതൊക്കെ അവിടെ സ്വയംഭൂവായതാണെന്ന പ്രചരണം ഹിന്ദു മഹാസഭക്കാരും RSSകാരും നടത്തിയത്. ആ തർക്കത്തിൻ്റെ പശ്ചാത്തലത്തിലാണ് ജവഹർലാൽ നെഹ്റു അതിൽ ഇടപെട്ടത്. ചരിത്രപ്രസിദ്ധമായ ബാബറി മസ്ജിദ് നിലനിൽക്കുന്ന സ്ഥലത്ത് രാമൻ്റെയും സീതയുടെയും വിഗ്രഹങ്ങൾ സ്വയംഭൂവായതല്ല, അത് അതിക്രമിച്ച് കടന്ന് സ്ഥാപിച്ചതാണ് എന്ന് നെഹ്റു പറഞ്ഞു. അന്നത്തെ UP മുഖ്യമന്ത്രിയായ കോൺഗ്രസ്സുകാരനായ GV പന്തിനോട് അദ്ദേഹം ആവശ്യപ്പെട്ടത് ആ വിഗ്രഹങ്ങളെടുത്ത് സരയൂ നദിയുടെ പ്രവാഹഗതിയിലേക്ക് എറിഞ്ഞു കളയാനാണ്. RSSൻ്റെ ഹിന്ദു മഹാസഭയുടെ വാദങ്ങളെ മുഖവിലക്കിടക്കേണ്ടതില്ല എന്ന നിലപാടാണ് നെഹ്റുവിനുണ്ടായിരുന്നത്. പക്ഷേ എന്താ സംഭവിച്ചത്? നെഹ്റുവിനെ പോലും ധിക്കരിച്ചു. കാരണം GV പന്തൊക്കെ ഹിന്ദു മഹാസഭക്കാരും കൂടിയാണ്. നെഹ്റുവിനെ പോലും ധിക്കരിച്ചാണ് അയോധ്യയിൽ ബാബറി മസ്ജിദിനകത്ത് ഹിന്ദുത്വവാദികൾ അതിക്രമിച്ച് കടന്ന് കൊണ്ടുവച്ച ഈ വിഗ്രഹങ്ങൾ അവിടെ തന്നെ വെച്ച് അത് ഡിസ്പ്യൂട്ട് ഏരിയയാണ്, തർക്കഭൂമിയാണെന്ന് പറഞ്ഞ് പൂട്ടിയിട്ടത്. 400 വർഷത്തിലേറെക്കാലം അയോധ്യയിലെയും ഫൈസാബാദിലെയും മുസ്ലിങ്ങൾ തലമുറകളായി നിസ്കരിച്ചു പോന്ന ഒരു പള്ളി തർക്കഭൂമിയാക്കി, എന്നിട്ട് പൂട്ടിയിട്ടു. ആ പൂട്ടിയിട്ട പള്ളി പിന്നീട് തുറന്നു കൊടുത്താരാ? രാഹുൽ ഗാന്ധിയുടെ മുത്തശ്ശനാണ് ജവഹർലാൽ നെഹ്റു. അദ്ദേഹം പള്ളിക്കകത്ത് അതിക്രമിച്ച് കൊണ്ടുവച്ചതാണെന്ന് പറഞ്ഞ ആ വിഗ്രഹങ്ങൾ എടുത്തു മാറ്റാൻ അന്നത്തെ കോൺഗ്രസ് നേതൃത്വം തയ്യാറായില്ല. ഹിന്ദുത്വവുമായിട്ടുള്ള കോൺഗ്രസിൻ്റെ ബന്ധം വളരെ രൂഢമൂലമാണ്. രാഹുൽ ഗാന്ധിയുടെ ഒരു പ്രസ്താവന കൊണ്ട് പരിഹരിക്കാവുന്നതല്ല അത്. ഹിന്ദുത്വത്തിനായിട്ടുള്ള രാഷ്ട്രീയവും പ്രത്യയശാസ്ത്രപരവുമായ നിലപാട് കോൺഗ്രസ്സിന് ഒരു കാലത്തും ഉണ്ടായിട്ടില്ല. ഹിന്ദുത്വത്തിൻ്റെ കൂടി ആനുകൂല്യം എങ്ങനെ പറ്റാം എന്നാണ് കോൺഗ്രസ് എല്ലാ കാലത്തും ആലോചിച്ചത്. അതുകൊണ്ടാണ് 1986 ഫൈസാബാദിലെ ഒരു കോടതി വിധി നിമിത്തമാക്കിയാണ് 1949 പൂട്ടിയിട്ട പള്ളി ഹിന്ദുത്വവാദികൾക്ക് തുറക്കാൻ താക്കോൽ കൊടുക്കുന്നത്. ആരാ താക്കോൽ കൊടുത്തത്? രാഹുൽ ഗാന്ധിയുടെ സ്വന്തം പിതാവാണ്. അദ്ദേഹം അന്ന് ഇന്ത്യയുടെ പ്രധാനമന്ത്രി, അന്ന് UP മുഖ്യമന്ത്രി നാരായണന്ത് ധർമാനന്ദ് തിവാരി എന്ന് പറയുന്ന കോൺഗ്രസ്സുകാരനാണ്. പിന്നീട് അയാൾ BJP ചേർന്നു. അദ്ദേഹമാണ് താക്കോൽ കൊടുത്തത്. താക്കോൽ കൊടുക്കുന്നതിന് ന്യായമായിട്ടൊരു കോടതി വിധിയുണ്ടെന്ന് പറയാം. പക്ഷേ 1989 ബാബറി മസ്ജിദിനകത്ത് ഈ 3 കുംഭഗോപുരങ്ങൾ സ്ഥാനപ്പെടുത്തിയ സ്ഥലത്ത് രാമക്ഷേത്രത്തിന് ശിലാന്യാസം നടത്താൻ ആരാണ് അനുമതി കൊടുത്തത്? മിസ്റ്റർ രാഹുൽ ഗാന്ധിയുടെ ഗവൺമെൻറ്റാണ്, രാജീവ് ഗാന്ധിയുടെ ഗവൺമെൻറ്റാണ്, രാഹുൽ ഗാന്ധിയുടെ സ്വന്തം പിതാവിൻ്റെ ഗവൺമെൻറ്റാണ്, കോൺഗ്രസ് ഗവൺമെൻറ്റാണ്. അന്ന് UP ഭരിക്കുന്നത് ഇതേ ND തിവാരിയാണ്. അവരാണ് അവിടെ ശിലാന്യാസം നടത്താൻ അനുമതി കൊടുത്തത്. അതിൻ്റെ തുടർച്ചയിലാണ് 92 ഡിസംബർ 6 നമ്മുടെ ചരിത്രത്തിലെ ഏറ്റവും അനീതികരമായ ആ വിധ്വംസക പ്രവർത്തനം നടന്നത്. ആരാണതിന് സഹായം ചെയ്തു കൊടുത്തത്? ഇന്ത്യ ഭരിച്ച നരസിംഹറാവു ഇല്ലേ? ഇപ്പോൾ ഭാഷ വലിയ ചർച്ച ചെയ്യാണല്ലോ നമ്മൾ. ഈ നരസിംഹറാവുവിന് ഈ 11 ഇന്ത്യൻ ഭാഷകളിൽ പ്രാവീണ്യം ഉണ്ടായിരുന്നു. അദ്ദേഹത്തിന് 5 വിദേശ ഭാഷകളിൽ പ്രാവീണ്യം ഉണ്ടായിരുന്നു. പിന്നീട് കേരള നിയമസഭയിൽ അംസക്ക പറഞ്ഞതുപോലെ ഏതെങ്കിലും ഒരു ഭാഷ പോട്ടെ, ഒരു ആംഗ്യ ഭാഷയിലെങ്കിലും അത് പൊളിക്കരുതെന്ന് പറയാമായിരുന്നല്ലോ, തടയാമായിരുന്നല്ലോ, തടഞ്ഞില്ലല്ലോ. റഹീമിൻ്റെ ഭാഷാ പ്രാവീണ്യക്കുറവിനെക്കുറിച്ച് ചർച്ച നടത്തുന്ന ആൾക്കാർ അത് ആലോചിക്കണം. ചരിത്രപ്രസിദ്ധമായ ബാബറി മസ്ജിദ് പൊളിക്കും തടയാൻ ഒന്നും ചെയ്തില്ല. അവിടെ വന്ന കർഷകർക്ക് എല്ലാ സഹായവും ചെയ്തു കൊടുക്കുകയും ചെയ്തത്. ബാബറി മസ്ജിദ് പൊളിക്കുക എന്ന പ്രഖ്യാപനവുമായി അയോധ്യയിലേക്ക് വരുന്ന കർഷകരെ ഫൈസാബാദ് ഡിസ്ട്രിക്റ്റിൽ പ്രവേശിക്കരുതെന്ന അന്ന് സുപ്രീം കോടതി പറഞ്ഞത്. എന്തുകൊണ്ടാണ് സുപ്രീം കോടതി അങ്ങനെ പറഞ്ഞത്? കേന്ദ്ര സർക്കാരിന് സുപ്രീം കോടതി നിർദ്ദേശം കൊടുത്തു. കാരണം UP ഭരിക്കുന്നത് കല്യാൺ സിംഗാണ്, BJP സർക്കാരാണ്. അതുകൊണ്ട് BJP സർക്കാർ പള്ളി പൊളിക്കാൻ സഹായം ചെയ്യും. അതുകൊണ്ട് കേന്ദ്ര സർക്കാർ ഇത് ശ്രദ്ധിക്കണമെന്ന് പറഞ്ഞു. എന്തെങ്കിലും നടപടി സ്വീകരിച്ചു? ഈ രാജ്യത്തെ എല്ലാ രാഷ്ട്രീയ പാർട്ടികളും ദേശീയോദ്ഗ്രഥന സമിതി യോഗത്തിൽ പറഞ്ഞു പള്ളി പൊളിക്കാൻ ഏതറ്റം വരെയും പോകാം. ക്ലീൻ ചീറ്റ് കൊടുത്തു. പള്ളി പൊളിക്കാൻ വരുന്ന ആളുകളെ ഏതറ്റം വരെയും പോയി തടയണം. തടഞ്ഞോ? സൈനിക ശക്തി ഉപയോഗിച്ചു? ഒന്നും ചെയ്തില്ലല്ലോ. ഈ ലഹങ്കയിൽ പോലീസും ബുൾഡോസറും പോയിട്ട് ഈ പാവപ്പെട്ട മനുഷ്യരെ ഈ ഡിസംബർ 22 അർദ്ധരാത്രി അവിടെ നിന്ന് കുടിയൊഴിപ്പിച്ച് 14 ഡിഗ്രി താപനിലയുള്ള ആ പ്രദേശത്ത് അത്രയും കടുത്ത തണുപ്പിലേക്ക് അവരെ വലിച്ചെറിഞ്ഞില്ലേ? ആ വലിച്ചെറിഞ്ഞ കോൺഗ്രസിൻ്റെ അന്നത്തെ ഗവൺമെൻറ്, നരസിംഹറാവുവിൻ്റെ സർക്കാർ എന്തെങ്കിലും നടപടി സ്വീകരിച്ചോ? പ്രതിപക്ഷം ക്ലീൻ ചീറ്റ് കൊടുത്ത ഏത് നടപടി സ്വീകരിച്ചും പള്ളി സംരക്ഷിക്കണം എന്നാണ് പറഞ്ഞത്. സംരക്ഷിച്ചില്ല.
ഇതൊക്കെ എന്താ കാണിക്കുന്നത്? കോൺഗ്രസ് എല്ലാ കാലത്തും ഹിന്ദുത്വവും RSSൻ്റെ അജണ്ടയുമായിട്ട് പൊരുത്തപ്പെട്ടു പോകാനാണ് നോക്കിയത്. കോൺഗ്രസിൻ്റെ RSS അജണ്ടയെ നിശിതമായി എതിർക്കാത്ത, അതിനോട് കണക്ക് തീർക്കാത്ത നിലപാടുകളാണ് ഇന്ന് RSS നയിക്കുന്ന ഒരു ഗവൺമെൻറ്റിനെ ദേശീയ അധികാരത്തിലേക്ക് എത്തിച്ചത്. അതിന് കോൺഗ്രസിന് വളരെ പ്രധാനപ്പെട്ട പങ്കുണ്ട്. RSSൻ്റെ ഇന്ത്യ രാജ്യത്തെ അവരുടെ ഒരു പ്രത്യയശാസ്ത്ര ക്യാമ്പയിനെ ഒരു കാലത്തും എതിർത്തിട്ടില്ല. ഈ രാഹുൽ ഗാന്ധിയുടെ പിതാവ് രാജീവ് ഗാന്ധി 84 ഇന്ദിരാഗാന്ധിയുടെ മരണം സൃഷ്ടിച്ച വളരെ സഹതാപ തരംഗം, വൈകാരികമായ ഒരു അന്തരീക്ഷത്തിലാണ് അദ്ദേഹം മത്സരിക്കുന്നത്. ആ വൈകാരികമായ അന്തരീക്ഷത്തെ ഉപയോഗിച്ചുകൊണ്ടാണോ അദ്ദേഹം തെരഞ്ഞെടുപ്പിലേക്ക് വന്നത്? അയോധ്യയിൽ ചെന്നിട്ട് രാമക്ഷേത്രത്തിൻ്റെ മുമ്പിൽ നിന്നാണ്. അപ്പോൾ രാമക്ഷേത്രം എന്ന് പറയുന്ന ബാബരി മസ്ജിദിൻ്റെ മുമ്പിൽ നിന്നാണ് അയാൾ തെരഞ്ഞെടുപ്പ് പ്രചരണം ആരംഭിച്ചത്. ആ തെരഞ്ഞെടുപ്പ് പ്രചരണത്തിൽ അയാൾ ഉയർത്തിയ മുദ്രാവാക്യം എന്താണ്? രാമരാജ്യം യാഥാർത്ഥ്യമാക്കും എന്നാണ് പറഞ്ഞത്. എന്നിട്ട് അധികാരം കിട്ടിയ ഉടനെ 1985 മുതൽ ഇന്ത്യയിൽ ടെലിവിഷൻ പ്രചരണം തുടങ്ങി. ദൂരദർശൻ ആദ്യമായി കാണിച്ച സീരിയൽ ഏതാ? രാമാനന്ദ സാഗറിൻ്റെ രാമായണമാണ്. ഈ രാമാനന്ദ സാഗറിൻ്റെ രാമായണവും അത് സൃഷ്ടിച്ച ഒരു രാമസങ്കല്പം ക്ഷാത്രവീര്യമുള്ള വാൽമീകിയുടെ രാമനല്ല, ഉത്തമനായ നരൻ എന്ന നിലക്കാണ് വാൽമീകി രാമനെ അവതരിപ്പിക്കുന്നത്. പക്ഷേ ഇതെന്താണ്? ക്ഷാത്രവീര്യമുള്ള, അമ്പും വില്ലൊക്കെ തൊടുത്ത് നിൽക്കുന്ന, വിദേശാക്രമിയായ ബാബറെ കൈകാര്യം ചെയ്യുന്ന ദേശീയ പുരുഷനായിട്ടാണ് രാമനെ അവതരിപ്പിച്ചത്. അല്ലാതെ വാൽമീകിയുടെ ഉദാത്തമായ മാനവിക ഭാവങ്ങളുള്ള ഒരു രാമനെയല്ല. ദേശീയ പുരുഷനായി ക്ഷാത്രവീര്യമുള്ള ഈ ബാബർ എന്ന് പറയുന്ന വിദേശാക്രമിയെ അവസാനിപ്പിക്കുന്ന യുദ്ധവീരനായിട്ടാണ് രാമനെ അവതരിപ്പിച്ചത്. ഇതൊക്കെ ആരാ ചെയ്തത്? RSSന് ദേശീയ ഭരണമുള്ള കാലത്തല്ല, കോൺഗ്രസ് ഭരിക്കുന്ന സമയത്താണ്. അതുകൊണ്ട് ചുരുക്കി പറഞ്ഞാൽ RSSൻ്റെ ഹിന്ദുത്വ അജണ്ടയോട് ഒരു കാലത്തും കണക്ക് തീർക്കാത്തവരാണ് ഇവർ. ബാബരി മസ്ജിദ് നിന്ന സ്ഥാനത്ത് നിന്ന് രാമക്ഷേത്രം, ആ രാമക്ഷേത്രത്തിന് ശിലാന്യാസം നടത്താൻ വെള്ളിശിലകൾ നൽകിയ ആൾക്കാരാണ് ഈ പ്രിയങ്ക ഗാന്ധിയും കമൽനാഥുമൊക്കെ. തങ്ങളെ കൂടി അതിൽ പങ്കെടുപ്പിച്ചില്ല എന്നുള്ള പരിഭവം പറഞ്ഞ് നടന്ന ആൾക്കാരാണ്. അപ്പോൾ ഹിന്ദുത്വത്തോട് കണക്ക് തീർക്കാത്തൊരവസ്ഥയുണ്ട്. അതാണ് നമ്മളിപ്പോൾ ഏലങ്കയിൽ കാണുന്നത്. UPയിൽ ഡൽഹിയിലെ ജഹാംഗീർപുരിയിലെ ബുൾഡോസറുകൾ മുസ്ലിം ചേരികൾക്കെതിരായിട്ട് നീങ്ങിയപ്പോൾ, ഇടിച്ചു നിരത്തൽ ആരംഭിച്ചപ്പോൾ അവിടെ ഇറങ്ങി അരുത് എന്ന് വിരൽ ചൂണ്ടി പറയാൻ ഒരാളെ ഉണ്ടായിട്ടുള്ളൂ. അത് CPMൻ്റെ അന്നത്തെ പോളിറ്റ് ബ്യൂറോ അംഗ സഖാവ് വൃന്ദാക്കാരാട്ട. ഈ ജഹാംഗീർപുരിയും ജനപത് 10 തമ്മിൽ വലിയ ദൂരമൊന്നുമില്ല. അങ്ങോട്ട് പോയില്ലല്ലോ UPയുടെ അധ്യക്ഷ ശ്രീമതി സോണിയാഗാന്ധി, അങ്ങോട്ട് പോയില്ലല്ലോ. ഉത്തരാഖണ്ഡിൽ മുസ്ലിം ചേരികൾക്കെതിരെ ആക്രമണം, അങ്ങോട്ട് പോയോ? ഹരിയാനയിലെ നൂഹ് ഇന്ത്യയിലെ ഏറ്റവും അധികം മുസ്ലിങ്ങൾ താമസിക്കുന്ന ഭൂരിപക്ഷ പ്രദേശം, മലപ്പുറം ജില്ലയല്ല, ഇന്ത്യയിലെ ഏറ്റവും മുസ്ലിം ഭൂരിപക്ഷ പ്രദേശം നൂഹാണ്. 80% മുസ്ലിങ്ങൾ താമസിക്കുന്ന പ്രദേശമാണ്. ഗാന്ധി തൻ്റെ പ്രിയപ്പെട്ട നാടായി തിരഞ്ഞെടുത്ത ഒരു പ്രദേശമാണ് ഈ നൂഹ് ഡിസ്ട്രിക്ട്, അന്നത്തെ ബ്രിട്ടീഷ് ഇന്ത്യയിലെ നൂഹ് ഡിസ്ട്രിക്റ്റ്. ആ നൂഹിലാണ് പശുക്കടത്തിൻ്റെ പേരിൽ മുസ്ലിങ്ങൾ ആക്രമിക്കപ്പെട്ടത്. അതിനെ തുടർന്നുള്ള കലാപം, ആ കലാപത്തിൽ പിന്നീട് എന്താ ചെയ്തത്? മുസ്ലിം ഗല്ലികൾ, ചേരികൾ ഇടിച്ചു നിരത്താൻ ബുൾഡോസർ പോവുക, മുനിസിപ്പാലിറ്റികൾ ബുൾഡോസർ അയക്കുക. അവിടെയൊന്നും നമ്മൾ ആരെ കണ്ടിട്ടില്ല? ഒരൊറ്റ കോൺഗ്രസ് തന്നെ കണ്ടിട്ടില്ല. ദേശീയ പ്രതിപക്ഷ, പാർലമെൻറ്റിലെ പ്രതിപക്ഷ മുഖ്യകക്ഷിയാണ്. അവിടെയൊന്നും പ്രതിരോധത്തിന് മുമ്പിൽ നമ്മൾ കോൺഗ്രസ് പാർട്ടിയെ കാണുന്നില്ല. എന്തുകൊണ്ടാണ് കാണാത്തത്? അത് രാഹുൽ ഗാന്ധി വിദേശ പര്യടനം നടത്തുന്നുകൊണ്ടൊന്നുമില്ല. ആ രീതിയിൽ രാഹുൽ ഗാന്ധിയുടെ ഒരു വിദേശവാസമായിട്ടൊന്നും അതിനെ ബന്ധിപ്പിക്കേണ്ടതില്ല. എന്തുകൊണ്ടാണ് കാണാത്തതെന്ന് ചോദിച്ചാൽ, കോൺഗ്രസിന് ഹിന്ദുത്വത്തോട്, അതിൻ്റെ അജണ്ടയോട് രാഷ്ട്രീയവും പ്രത്യയശാസ്ത്രപരവുമായ എതിർപ്പുകൾ വളരെ നേർത്തതാണ്. വെറുപ്പിൻ്റെ കമ്പോളത്തിൽ സ്നേഹത്തിൻ്റെ കട തുറക്കണം എന്ന് പറയുമ്പോൾ അത് വളരെ സാഹിത്യപ്രകാശനപരമായ, വളരെ ആലങ്കാരികമായ വചനമാണ്. പക്ഷേ അതിനപ്പുറത്ത് പൊളിറ്റിക്കലായി, രാഷ്ട്രീയമായിട്ട് RSSൻ്റെ അജണ്ടയെ എതിർക്കുന്ന ഒരവസ്ഥ കോൺഗ്രസ്സിന് ഇല്ല എന്നുള്ളത് ചരിത്രം പഠിച്ച എല്ലാ ആളുകൾക്കും അറിയാവുന്നതാണ്. ഈ വിഷയത്തിൽ ഞങ്ങൾക്ക് എതിർപ്പുണ്ട് ഈ പ്രവൃത്തിയെ. എന്നാൽ ഇതിനെ UPയുമായിട്ട് താരതമ്യം ചെയ്യേണ്ടതെന്ന് പറയുന്നത് മുസ്ലിം ലീഗിൻ്റെ ദേശീയ ജനറൽ സെക്രട്ടറി ആയിട്ടുള്ള കുഞ്ഞാലിക്കുട്ടിയാണ്. അദ്ദേഹം പറയുന്നത് ഇവിടെ മുസ്ലിങ്ങൾക്ക് മാത്രമല്ല അല്ലാത്ത ആളുകൾക്കൊക്കെ വീട് നഷ്ടപ്പെട്ടിട്ടുണ്ട്, അതുകൊണ്ട് UPയിലെ ബുൾഡോസർ രാജുമായി ഇതിനെ താരതമ്യം ചെയ്യേണ്ട എന്നുള്ളതാണ്. അദ്ദേഹത്തെ വാദത്തിന് താങ്കൾക്ക് എന്താണ് പറയാനുള്ളത്? അദ്ദേഹത്തിൻ്റെ വാദം വിദണ്ഡവാദമാണ്. ഒറ്റ വാക്കിൽ അതേ പറയാൻ പറ്റും. UPയിലായാലും, ഡൽഹിയിലെ ജഹാംഗീർപുരിയിൽ, ഉത്തരാഖണ്ഡിലായാലും, മധ്യപ്രദേശിലെ കുറോഗോൺ
അതേപോലെ തന്നെ യു പിയിലെ തന്നെ സംബാൽ പള്ളി നിലനിൽക്കുന്ന ഇവിടെയൊക്കെ ബുൾഡോസർ പോയിട്ടുണ്ട്. ആ മുസ്ലിം താമസ സ്ഥലങ്ങൾ ഇടിച്ചു നിരത്തിയിട്ടുണ്ട്, അവരെ കുടിയൊഴിപ്പിച്ചിട്ടുണ്ട്. എവിടെയായാലും ബുൾഡോസ് രാജ് തന്നെയാണ്. ഈ കർണാടകയിൽ യു പി ആയിട്ടുള്ള വ്യത്യാസം എന്താണെന്നാണ് കുഞ്ഞാലിക്കുട്ടി പറയുന്നത്? അവിടെ കർണാടക യലഹങ്കയിലെ താമസക്കാർ, ഈ ഫക്കീർ കോളനിയിലെയും വസീം ലേഔട്ടിലെയും താമസക്കാരിൽ 80% മുസ്ലിങ്ങളാണ്. ബാക്കി 20% ദളിതുകളാണ്. ദളിതുകളായാലും മുസ്ലിങ്ങളായാലും ഇന്ത്യയിൽ ഒരേ സാമൂഹ്യ അവസ്ഥ അനുഭവിക്കുന്നവരാണ്. ചരിത്രപരമായ നമ്മുടെ പുരോഗതിയുടെ വികസനത്തിൻ്റെ നേട്ടങ്ങൾ ചെന്നെത്തിയില്ലാത്ത ജനങ്ങളാണിവർ. സച്ചാർ കമ്മിറ്റി റിപ്പോർട്ടൊക്കെ നമ്മുടെ മുമ്പിലുണ്ട്. ഇന്ത്യൻ ചേരികളിൽ താമസിക്കുന്ന ആളുകളാരാണ്? പാർശ്വവൽക്കരിക്കപ്പെട്ട ജനതയാരാണ്? മുസ്ലിങ്ങളാണ്, ദളിതുകളാണ്, ആദിവാസികളാണ്. കുഞ്ഞാലിക്കുട്ടിക്ക് ഇത്തരം സാമൂഹ്യശാസ്ത്ര വിഷയമൊന്നും പ്രശ്നമായിരിക്കില്ല. അദ്ദേഹത്തിന് എങ്ങനെയെങ്കിലും കോൺഗ്രസ് കാണിച്ച ഈ ന്യൂനപക്ഷങ്ങൾക്കും ദളിതുകൾക്കും ഈ ചേരി നിവാസികൾക്കുമെതിരായി കാണിച്ച ഈ കൊടും ക്രൂരതയെ ന്യായീകരിക്കാനുള്ള അതിരുകവിഞ്ഞ അഭിവാഞ്ചയിൽ നിന്നാണ്, അതിൻ്റെ താല്പര്യത്തിൽ നിന്നാണ് ഇങ്ങനെയുള്ള വിദണ്ഡവാദങ്ങളൊക്കെ മുന്നോട്ട് വെക്കുന്നത്. കുഞ്ഞാലിക്കുട്ടി സായു മനസ്സിലാക്കേണ്ടത് യലഹങ്കയിൽ 80% മുസ്ലിങ്ങളാണ്, 20% ദളിതുകളായാണ്. ദളിതോ മുസ്ലിമോ എന്നുള്ളതല്ല പ്രശ്നം. ചരിത്രപരമായി ഇന്ത്യയിലെ ബ്രാഹ്മണ്യ ഭരണവർഗ അധീശത്വ അധികാര വ്യവസ്ഥ അരികുകളിലേക്ക്, ഓരങ്ങളിലേക്ക് തള്ളിവിട്ടപ്പെട്ട ജനതയാണിവർ. അത് മുസ്ലിം ആവട്ടെ ദളിതാവട്ടെ എന്നതല്ല പ്രശ്നം, ഓരങ്ങളിലേക്ക് തള്ളിവിട്ടപ്പെട്ട ജനതയാണത്. ചരിത്രപരമായി ഇന്ത്യയിൽ മുസ്ലിങ്ങൾ പ്രാന്തവൽക്കരിക്കപ്പെട്ട ജനസമൂഹങ്ങളാണ്. അപ്പോൾ ജഹാംഗീർപുരിയിലെ പോലെ തന്നെ ഇവിടെയും ആക്രമിക്കപ്പെട്ടിരിക്കുന്നത്, ഇവിടെയും നിരാലംബതയിലേക്ക് തള്ളിവിടപ്പെട്ടിരിക്കുന്നത്, കൊടും ശൈത്യത്തിലേക്ക് ഒരു പുലർച്ചെ ബുൾഡോസറുകളുമായി വന്ന് പോലീസ് പിടിച്ചിറക്കിയിരിക്കുന്നത് മുസ്ലിങ്ങളെയാണ്, ദളിതുകളെയാണ്. ആ ജനസമൂഹത്തോട് ഉത്തരവാദിത്തമുണ്ടെങ്കിൽ യു പിയിലെ പോലെ ജഹാംഗീർപുരിയിലെ പോലെ ഞങ്ങൾ കർണാടകയിലെയും ഈ ബുൾഡോസർ രാജിനെ എതിർക്കുന്നു എന്നാണ് പറയേണ്ടത്. അപ്പോൾ കുഞ്ഞാലിക്കുട്ടിക്ക് ഇതിൽ താല്പര്യം ഉണ്ടാവും. ജഹാംഗീർപുരിയിലായാലും ഉത്തരാഖണ്ഡിലായാലും ഈ ബുൾഡോസർ രാജ് ചേരികൾ ഇടിച്ചു നിർത്തുന്നതിന് പിറകിൽ ആരാ? നഗരവികസനവുമായി ബന്ധപ്പെട്ട താല്പര്യങ്ങളുള്ള റിയൽ എസ്റ്റേറ്റ് കുത്തകളാണ്. ഇതാർക്കാ അറിയാത്തത്? യലഹങ്കയിൽ ഈ സംഭവം ഉണ്ടായ ഉടനെ ഇന്ത്യയിൽ മറ്റൊരിടത്തും എത്താത്ത KMCC-ക്കാരെ ഇവിടെ എത്തിയല്ലോ. ജഹാംഗീർപുരിയിൽ KMCC പോയിട്ടില്ലല്ലോ, ഉത്തരാഖണ്ഡിൽ KMCC പോയിട്ടില്ലല്ലോ, മധ്യപ്രദേശിലെ കൊറോഗോവിൽ KMCC-ക്കാർ പോയിട്ടില്ലോ. എന്താ കർണാടകയിൽ ബാംഗ്ലൂരിൽ അവരെത്തിയത്? അവിടെ എത്തിയിട്ട് എന്താ പറയുന്നത്? ഇത് UP മാതൃകയിലെ നിയമവിരുദ്ധമായ താമസക്കാരാണ്. കർണാടക റവന്യൂ വകുപ്പിൻ്റെ കൈവശരേഖകളുള്ള ഭൂമിയിൽ താമസിക്കുന്നവരവർ. CPM-ൻ്റെ അവിടുത്തെ സംസ്ഥാന സെക്രട്ടറി ആ കാര്യങ്ങളൊക്കെ മാധ്യമങ്ങളോട് പറഞ്ഞിട്ടുണ്ട്. അവർക്ക് ആധാറുണ്ട്, വോട്ടേഴ്സ് ID ഉണ്ട്. അവർ 30 വർഷക്കാലം അവിടെ താമസിക്കുന്നവരാണ്. അവർ ജലനികുതി അടക്കുന്നുണ്ട്, ജലക്കരം അടക്കുന്നുണ്ട്, വൈദ്യുതിക്കരം അടക്കുന്നുണ്ട്. ഇതിൻ്റെയൊക്കെ ബില്ലുകളുണ്ട്. അവിടുത്തെ നിവാസികളാണ്. ഭൂമിയുടെ കൈവശ രേഖയുണ്ട് അവരുടെ കയ്യിൽ. അപ്പോൾ അവരെങ്ങനെയാണ് നിയമവിരുദ്ധമാകുന്നത്? അതെന്ത് സിദ്ധാന്ത? കോൺഗ്രസ് ഭരിക്കുന്ന സ്ഥലത്ത് നിയമപരമായി കൈവശ രേഖയുള്ള ആളുകളൊക്കെ നിയമവിരുദ്ധ താമസക്കാരാണോ? UP-യിലെ BJP സർക്കാരിനെ പോലെ തന്നെയാണ് സിദ്ധാരാമയ്യയുടെ സർക്കാർ യലഹങ്കയിലെ ഈ പാവപ്പെട്ട മനുഷ്യരോട്, ഈ പാർശ്വവൽകൃത ചേരി താമസക്കാരോട് ഒരു സമീപനം സ്വീകരിച്ചത്. ഇതിനകത്ത് സിദ്ധാരാമയ്യ ഇന്നലെ പറഞ്ഞത് കേരളത്തിലെ മുഖ്യമന്ത്രി എന്തിനാണ് ഇതിനകത്ത് ഇടപെടുന്നത് എന്നുള്ളതാണ്. കേരളത്തിലെ UDF-ന്റെ ഭാഗത്തു നിന്ന് പറയുന്നത് തദ്ദേശ തെരഞ്ഞെടുപ്പിൽ വലിയ തിരിച്ചടി ഇടതുപക്ഷത്തിനുണ്ടായി. അതിനെ പ്രതിരോധിക്കാനായി UDF-നെ അല്ലെങ്കിൽ കോൺഗ്രസിനെ അടിക്കാനായിട്ട് കിട്ടിയൊരു വടിയായാണ് ഇതിനെ കാണുന്നത്. അതുകൊണ്ടാണ് കേരളത്തിലെ നേതാക്കന്മാർ കർണാടകയിലെ ഈ വിഷയത്തിൽ ഇടപെടുന്നത് എന്നുള്ളതാണ്. ആ വാദത്തെ എങ്ങനെയാണ് കാണുന്നത്? അതൊരു തരംതാണ രാഷ്ട്രീയ പ്രസ്താവന മാത്രമാണ്. അതൊന്നും ആരും ഗൗരവത്തിലെടുക്കില്ല. കേരളത്തിലെ മുഖ്യമന്ത്രി ഗസയിലെ ഇതുപോലുള്ള കുടിയൊഴിപ്പിക്കലിനെ എതിർത്തിട്ടുണ്ട്. ഗസക്ക് സമാനാണ് യലങ്കയിൽ നമ്മൾ കണ്ടത്. കേരളത്തിലെ മുഖ്യമന്ത്രി ഏത് തെരഞ്ഞെടുപ്പ് തോറ്റിട്ടാണ് ഗസയിലെ ജനങ്ങളോട് ഐക്യദാർഢ്യം പ്രഖ്യാപിച്ചത്? ഗസയിൽ ഇങ്ങനെ ജനങ്ങളെ ഇടിച്ചു നിർത്തുന്ന മിസൈലിങ്ങും ബോംബിങ്ങും ഡ്രോണാക്രമണങ്ങളും ആക്രമിക്കണമെന്ന് കേരളത്തിലെ മുഖ്യമന്ത്രി പറഞ്ഞിട്ടുണ്ട്. ലോകത്തെല്ലായിടത്തും മനുഷ്യത്വത്തിൻ്റെയും നീതിയുടെയും ഭാഗത്ത് നിൽക്കുന്ന ഭരണാധികാരികൾ അങ്ങനെ പറഞ്ഞിട്ടുണ്ട്. മനുഷ്യത്വത്തിൻ്റെയും നീതിയുടെയും പക്ഷത്തു നിന്ന് ചിന്തിക്കുന്നതിന് പകരം
വളരെ സങ്കുചിതമായ മൂലധന താല്പര്യങ്ങൾക്ക്, റിയൽ എസ്റ്റേറ്റ് മാഫിയകൾക്ക് വേണ്ടി ചിന്തിക്കുന്ന ആളുകളാണ് ഡി കെ ശിവകുമാർ, സിദ്ധാരാമയ്യ, കുഞ്ഞാലിക്കുട്ടി, കെ സി വേണുഗോപാൽ തുടങ്ങിയിട്ടുള്ള കോൺഗ്രസ് നേതാക്കൾ, UDF നേതാക്കൾ. അവരുടെ രാഷ്ട്രീയ വാഹനത്വമാണ് പുറത്തു വന്നിരിക്കുന്നത്. കേരളത്തിലെ മുഖ്യമന്ത്രി തൊട്ടടുത്ത സംസ്ഥാനമാണ് കർണാടക. കേരളത്തിലൊരു സംഭവം ഉണ്ടായാൽ സിദ്ധാരാമയ്യ പ്രതികരിക്കണം. കാരണം അവർ തൊട്ടടുത്തുള്ള ആളാണ്. മലയാളികൾ തിങ്ങിപ്പാർക്കുന്ന നഗരമാണിത് ബാംഗ്ലൂർ. ഈ ഹെലങ്ക കോളേജിൽ എത്ര മലയാളികളുണ്ടെന്ന് നമ്മളറിയില്ല. നമ്മുടെ തൊട്ടടുത്ത കർണാടക, കേരള എന്നൊക്കെ പറയുന്നത് തൊട്ടടുത്ത, കന്നഡ സംസാരിക്കുന്ന ആൾക്കാർ മലയാളികളായിട്ടുണ്ട്, കേരളത്തിലെ പൗരന്മാരായിട്ടുണ്ട്. മലയാളം സംസാരിക്കുന്ന ആളുകൾ കർണാടകയിൽ പൗരന്മാരായിട്ടുണ്ട്. അപ്പം അങ്ങനെ വേർതിരിക്കേണ്ട ഒരു പ്രശ്നമല്ല ഇത്. അത് സ്വന്തം അപരാധം ഒരു ജനസമൂഹത്തോട്, ഏറ്റവും ദുർബലരായ ദീനരായ മനുഷ്യരോട് കാണിച്ച നെറികേട് മറച്ചു വെക്കാൻ വേണ്ടിയിട്ടാണ് കേരളത്തിലെ മുഖ്യമന്ത്രി ഇതിൽ ഇടപെടേണ്ടെന്ന് പറയുന്നത്. അത്തരത്തിലുള്ള ദേശീയ സംഘീതവാദമൊന്നും ആവശ്യമില്ല. വിഷയം നീതിയുടെ പ്രശ്നമാണ്, മനുഷ്യത്വത്തിൻ്റെ പ്രശ്നമാണ്. നീതിയുടെയും മനുഷ്യത്വത്തിൻ്റെയും പക്ഷത്ത് നിൽക്കുന്നുണ്ടോ കുഞ്ഞാലിക്കുട്ടിയും കെ സി വേണുഗോപാലും എന്ന ചോദ്യമാണ് കേരളത്തിൽ ഉയർന്നു വരുന്നത്. KMCC ഉൾപ്പെടെയുള്ള സംഘടനകൾ ബാംഗ്ലൂരിലെ റിയൽ എസ്റ്റേറ്റ് താല്പര്യങ്ങൾക്ക് വേണ്ടിയാണ്. ഈ കുടിയൊഴിപ്പിക്കൽ എന്തിനു വേണ്ടിയാണ് നടന്നത്? അവിടുത്തെ റിയൽ എസ്റ്റേറ്റ് താല്പര്യങ്ങളുമായി ബന്ധപ്പെട്ടാണ്. ഡി കെ ശിവകുമാർ ആരാണ്? അസംബ്ലിക്കകത്ത്, കർണാടക അസംബ്ലിക്കകത്ത് RSSൻ്റെ ഗണഗീതം പാടിയ ആളാണ്. എന്ന് മാത്രമല്ല, RSSൻ്റെ പല രംഗത്തെയും, വിദ്യാഭ്യാസ രംഗത്തെയൊക്കെ ഇടപെടലിൻ്റെ മാലിന്യം പറഞ്ഞു തീരാത്ത ആളാണ് ഡി കെ ശിവകുമാർ. അപ്പോൾ ഇയാളുടെ DNA പരിശോധിക്കേണ്ടി വരും. ഇയാളുടെ DNA പരിശോധിച്ചാൽ ഇതിൽ കോൺഗ്രസ് എത്രത്തോളം ഉണ്ട്, ഇതിൽ RS എത്രത്തോളം ഉണ്ട് എന്ന് നോക്കിയാൽ ഇയാൾ കൃത്യമായ RSS DNA ഉള്ള ആളാണ്. ആ ജനിതക ഘടനയാണ് അയാൾ പ്രവർത്തിക്കുന്നത് എന്നുള്ളതാണ് അയാളുടെ സഭയിലെ ഗണഗീതം പാടൽ. അതേപോലെ തന്നെ RSSൻ്റെ വിദ്യാഭ്യാസ രംഗത്തെ ഇടപെടലിനെയൊക്കെ പുകഴ്ത്തിയ ഇയാളുടെ നിലപാട്. RSSൻ്റെ വിദ്യാഭ്യാസ രംഗത്തെ ഇടപെടൽ എന്താണ്? RSSൻ്റെ സ്കൂളിൽ എന്താ പഠിപ്പിച്ചത്? എന്താണ് RSSൻ്റെ സരസ്വതി മന്ത്രികളിൽ കുട്ടികളെ പഠിപ്പിക്കുന്ന പാഠപുസ്തകം? ഹിന്ദുവിൻ്റെ വിപരീതവധം മുസ്ലിം. ഇന്ത്യയിൽക്ക് വിപരീതവധം, ഒരു രാജ്യത്തിന് വിപരീതവധമുണ്ടോ? ഇന്ത്യയുടെ വിപരീതം പാകിസ്ഥാനിൽ നിന്ന് കുട്ടികളെ പഠിപ്പിക്കുന്ന പാഠ്യപദ്ധതിയുള്ള സ്കൂളുകളെയാണ്. ഒരു RSSകാരന് പോലും പുകഴ്ത്താൻ പറ്റാത്ത പാഠ്യപദ്ധതികളെയും വിദ്യാഭ്യാസ സംവിധാനങ്ങളെയാണ് ആര് പുകഴ്ത്തിയത്? ഡി കെ ശിവകുമാർ പുകഴ്ത്തിയത്. അതുകൊണ്ട് ഡി കെ ശിവകുമാർ പിണറായി വിജയനെ പഠിപ്പിക്കാനൊന്നും വരണ്ട. പിണറായി വിജയൻ ഇന്ത്യയിലെ ഏറ്റവും സീനിയറായ രാഷ്ട്രീയ നേതാക്കളിൽ ഒരാളാണ്. ഒരു മുഖ്യമന്ത്രി മാത്രമല്ല, CPM എന്ന് പറയുന്ന പാർട്ടിയുടെ PB അംഗമാണ് സഖാവ് പിണറായി വിജയൻ. അതുകൊണ്ട് പിണറായി വിജയൻ കർണാടകയിൽ മാത്രമല്ല, ന്യൂഹിലും ജഹാംഗീർപുരിയിലും അതേപോലെ തന്നെ ദാത്രിയിൽ അഗ്നക്ക് കൊല്ലപ്പെട്ടപ്പോഴും പ്രതികരിച്ച ആളാണ് പിണറായി വിജയൻ. പിണറായി വിജയന് പ്രതികരിക്കാൻ കോൺഗ്രസ്സുകാരുടെ ഡി കെ ശിവകുമാർ എന്ന് പറയുന്ന RSSൻ്റെ ആത്മാവുമായി നടക്കുന്ന ഒരു കോൺഗ്രസ്സുകാരൻ്റെ NOC ആവശ്യമില്ല. അദ്ദേഹത്തിൻ്റെ എതിർപ്പില്ലാ സർട്ടിഫിക്കറ്റ് പിണറായി വിജയന് ആവശ്യമില്ല. ഇടതുപക്ഷം വെസ്റ്റ് ബംഗാൾ ഭരിക്കുന്ന കാലഘട്ടത്തിലാണ് നന്ദിഗ്രാമം, സിന്ദൂരൊക്കെ ഉണ്ടാവുന്നത്. അതുകൊണ്ട് ഇടതുപക്ഷം അവിടെ എടുത്ത നിലപാട് പോലെ തന്നെയാണ് കോൺഗ്രസ് ഇവിടെയും എടുത്തത്. രണ്ടിലും വികസനമാണ് ഉണ്ടായത്. അവിടെ ഇടതുപക്ഷം മിണ്ടാതിരുന്നു, ഇവിടെ എന്തുകൊണ്ട് ഇടപെടുന്നു എന്നുള്ളത്. ഈ രണ്ട് സംഭവങ്ങളെയും ഒരേപോലെയാണ് കോൺഗ്രസ് പറയുന്നത്. അതിനെങ്ങനെയാണ് താങ്കൾ കാണുന്നത്? നന്ദിഗ്രാമിൽ സംഭവിക്കാൻ പാടില്ലാത്തായിരുന്നു. CPM വിലയിരുത്തിയിട്ടുള്ളത് അതിനെ ന്യായീകരിക്കുകയല്ല CPM ചെയ്തത്. നന്ദിഗ്രാമിൽ വ്യവസായം വരണം, അവിടുത്തെ കാർഷിക പരിഷ്കരണത്തിൻ്റെയൊക്കെ തുടർച്ചയിൽ സാങ്കേതിക വിദ്യാഭ്യാസം കിട്ടിയ ഒരു തലമുറ വന്നു. IT, പോളിടെക്നിക്, എഞ്ചിനീയറിംഗ് കഴിഞ്ഞ അവർക്ക് തൊഴിൽ അവസരങ്ങളുണ്ട്. അതിന് വേണ്ടിയുള്ള ഒരു വ്യവസായ ലക്ഷ്യമാണ്. പക്ഷേ നല്ല ലക്ഷ്യത്തോടു കൂടിയാണെങ്കിലും നന്ദിഗ്രാമിലെ കൃഷിക്കാരെയും ജനങ്ങളെയും വിശ്വാസത്തിലെടുത്തുകൊണ്ടാവണം അവിടെ ഭൂമി ഏറ്റെടുക്കേണ്ടത്. ആ ആക്കിശേഷം നടപടിയിൽ നന്ദിഗ്രാമിലെ ജനങ്ങളെ വേണ്ടത്ര വിശ്വാസം എടുക്കുക. പക്ഷേ ജനങ്ങളുടെ വികാരത്തെ എന്താണ്? അവിടെ ജമാഅത്ത് ഇസ്ലാമി തൊട്ട് മാവോയിസ്റ്റുകൾ വരെയുള്ള എല്ലാ ഗ്രൂപ്പുകളും എന്താണ്, മമതയുടെ നേതൃത്വത്തിലുള്ള ഒരു മഹാസഖ്യത്തിൻ്റെ അടിസ്ഥാനത്തിൽ തെറ്റായ രീതിയിൽ ജനങ്ങളെ അതിനെതിരായിട്ട് ഇളക്കി വിട്ടു. ഇപ്പം പുറത്തു വരുന്ന വിവരങ്ങൾ എന്താണ്? അന്ന് ആ വെടിവെപ്പുണ്ടാക്കിയത് ഉൾപ്പെടെയുള്ള കാര്യങ്ങൾ അവിടുത്തെ ഉദ്യോഗസ്ഥ തലത്തിലാണ്, അത് ഭരണതലത്തിലെടുത്ത് തീരുമാനമായിരുന്നില്ല. പക്ഷേ ജനങ്ങളെ വിശ്വാസത്തിലെടുക്കാതെ ഭൂമി ഏറ്റെടുക്കൽ ഉൾപ്പെടെയുള്ള ഒരു കാര്യവും ചെയ്യാൻ പാടില്ല എന്നുള്ളതാണ്. അതുകൊണ്ട് നന്ദിഗ്രാമിനെ ഞങ്ങളാരും ന്യായീകരിക്കുന്നില്ല. എത്ര നല്ല ലക്ഷ്യമായാലും നല്ല കാര്യമായാലും ജനങ്ങളെ അത് ബോധ്യപ്പെടുത്തി ജനങ്ങളുടെ സമ്മതത്തോടു കൂടി ചെയ്യേണ്ട കാര്യമാണ്.
ജനങ്ങളെ ഏതെങ്കിലും രീതിയിൽ ബലം പ്രയോഗിച്ച് ഒഴിപ്പിക്കുക എന്നുള്ളത് ശരിയായ ഒരു നിലപാടല്ല എന്നുള്ളതാണ് CPMൻ്റെ പൊസിഷൻ. നന്ദിഗ്രാം സംഭവങ്ങളുടെയൊക്കെ പശ്ചാത്തലത്തിലാണല്ലോ പിന്നീട് ഈ ലാൻഡ് എക്വിസിഷൻ ആക്ടിലൊക്കെ അന്നത്തെ സർക്കാരിന് മാറ്റം വരുന്നത്, UPA സർക്കാരിന് മാറ്റം വരുന്നത്. അത് ഇടതുപക്ഷത്തിൻ്റെയും കൂടി ആവശ്യമായിരുന്നല്ലോ. അപ്പം നല്ല നഷ്ടപരിഹാരം കൊടുത്ത് ഭൂമി നഷ്ടപ്പെടുന്ന ആളുകൾക്ക് ജീവിക്കാൻ ആവശ്യമായിട്ടുള്ള സുരക്ഷിതത്വം ഉറപ്പുവരുത്തിക്കൊണ്ട് മാത്രമേ ഭൂമി ഏറ്റെടുക്കാവൂ. നമ്മളെ കൊളോണിയൽ കാലത്തെ എക്വിസിഷൻ നിയമമായിരുന്നു. ആ നിയമത്തിൻ്റെ ദൗർബല്യം നന്ദിഗ്രാമിൽ ഉണ്ടായിട്ടുണ്ട് എന്നാണ് നമ്മൾ കാണുന്നത്. നന്ദിഗ്രാമമായാലും സിന്ദൂരായാലും ഇതൊന്നും എന്തല്ല, ഒരു കാരണവശാലും ബലം പ്രയോഗിക്കുന്നത് ന്യായീകരിക്കത്തക്കതല്ല എന്ന നിലപാടാണ്. പക്ഷെ നമ്മൾ മനസ്സിലാക്കുന്നുണ്ട്, സിന്ദൂർ ഇതേ ഗ്രൂപ്പിന് പിന്നീട് മമത വന്നപ്പോൾ കാർ ഫാക്ടറി തുടങ്ങാൻ അനുവദിച്ചു. ഇടതുപക്ഷം അവിടെ കാർ ഫാക്ടറി കൊണ്ടുവരുമ്പോൾ അവിടെ വലിയ രീതിയിൽ അതിനെതിരായിട്ട് കുത്തിത്തിരിപ്പുണ്ടാക്കി, കലാപുണ്ടാക്കി. പിന്നീട് അവരധികാരത്തിൽ വന്നത് അതേ പദ്ധതി അവർ നടപ്പാക്കി. ഇടതുപക്ഷം കേരളത്തിൽ ഭരിക്കുന്ന കാലഘട്ടത്തിലാണ് അനധികൃത കുടിയേറ്റത്തിനെതിരെ VS അച്യുതാനന്ദൻ വലിയ രീതിയിൽ പൊളിക്കലൊക്കെ ഉണ്ടായിട്ടുണ്ടായിരുന്നു, മൂന്നാറിലൊക്കെ ഉണ്ടായിരുന്നു. ആ പ്രവൃത്തിയെ പോലെ തന്നെ ഇതിനെ കണ്ടാൽ പോരെ എന്ന് പറയുന്നുണ്ട്. അതേപോലെ തന്നെ മൂലമ്പള്ളിയിലുള്ള ആളുകളുടെ കുടിയേറ്റക്കാരെയൊക്കെ മാറ്റുന്ന അവസ്ഥയൊക്കെ ഇടതുപക്ഷം ഭരിക്കുന്ന കാലഘട്ടത്തിൽ ഉണ്ടായിട്ടുണ്ട്. ആ പ്രവൃത്തിയും ഈ പ്രവൃത്തിയും ഒരുപോലെ കണ്ടാൽ പോരെ? അതിൽ താരതമ്യമില്ല. മൂലമ്പള്ളിയിൽ നിന്നും ആളുകളെ ഒന്നിച്ച് ബുൾഡോസ് വെച്ച് തകർത്തിട്ടൊന്നും ആരെയും പുറത്താക്കിയിട്ടില്ല. അവരുമായിട്ട് നഷ്ടപരിഹാരം ഉൾപ്പെടെയുള്ള കാര്യങ്ങൾ ധാരണയെത്തി ചർച്ച ചെയ്ത് പരിഹരിക്കാനാണ് ശ്രമിച്ചിട്ടുള്ളത്. മൂന്നാറിലെ വിഷയം മറ്റൊരു വിഷയമാണ്. അത് അനധികൃത കുടിയേറ്റക്കാരെന്ന് പറഞ്ഞാൽ റിസോർട്ട് മാഫിയകളാണ്. മൂന്നാറിലെ സംഭവം, മൂന്നാർ പോലുള്ള വളരെ പരിസ്ഥിതി ലോലമായ ഒരു ഭൂപ്രദേശത്ത് അതിൻ്റെ പാരിസ്ഥിതിക ഘടനയ്ക്ക് തന്നെ ഭീഷണിയാവുന്ന രീതിയിൽ കൺസ്ട്രക്ഷൻ നടന്നു എന്നുള്ളതാണ്, നിർമ്മാണം നടന്നു എന്നുള്ളതാണ്. അത് പലതും സാധാരണ ജനങ്ങളുടെ ആവാസ പ്രദേശത്തല്ല, അത് റിസോർട്ടുകളായിരുന്നു. അതൊക്കെ തന്നെ പാരിസ്ഥിതികവും മൂന്നാറിൻ്റെ പാരിസ്ഥിതികമായ നിലനിൽപ്പൊക്കെയായി ബന്ധപ്പെട്ടുകൊണ്ട് സർക്കാർ എടുത്ത നടപടിയാണ്. അതുപോലെ ഒന്നല്ല ഇത്. ഇവിടെ നഗരവികസനം വേണ്ടാന്ന് നമ്മളാരും പറഞ്ഞിട്ടില്ലല്ലോ. നമ്മൾ പറയുന്നത് നിങ്ങൾ നഗരവികസനത്തിനായാലും ഫാക്ടറികൾ ഉണ്ടാക്കാനാണ് ആളുകളെ ഒഴിപ്പിച്ച് ഭൂമി ഏറ്റെടുക്കുമ്പോൾ അതിൻ്റെ ജനാധിപത്യപരമായ നടപടിക്രമങ്ങൾ പാലിച്ചായിരിക്കണം. ഇപ്പോൾ കർണാടക സർക്കാർ പാക്കേജ് പ്രഖ്യാപിച്ചു. മലയാളത്തിലെ പല മാധ്യമങ്ങളും ആ പാക്കേജ് യഥാർത്ഥത്തിൽ എന്താണെന്ന് പറയുന്നില്ല. പാക്കേജ് പ്രഖ്യാപിച്ചു, മറ്റേ KC വേണുഗോപാൽ ഇടപെട്ടത് കൊണ്ടാണെന്നൊക്കെ. എന്താ പാക്കേജ്? നിയമപരമായി ഭൂമിയുടെ കൈവശരേഖയുള്ള ആളുകൾ അവിടെ വീട് കിട്ടണമെങ്കിൽ 5 ലക്ഷം രൂപ കൊടുക്കണം. അപ്പോൾ സ്റ്റേറ്റിന് ലയബിലിറ്റി ഇല്ലേ? ഇങ്ങനെ ഒഴിപ്പിക്കപ്പെടുന്ന, പുറന്തള്ളപ്പെടുന്ന വിഭാഗങ്ങളെ സംരക്ഷിക്കാനുള്ള ഉത്തരവാദിത്വം സ്റ്റേറ്റിനില്ലേ, ബാധ്യത സ്റ്റേറ്റിനില്ലേ? ആ ബാധ്യത ഏറ്റെടുക്കാതെ ഈ ഇരകളോട് തന്നെ പറയുക 5 ലക്ഷം കൊണ്ടുപോവാ, എന്നാൽ നിങ്ങൾക്ക് ഫ്ലാറ്റ് തരാം. അതിനൊരു ഉറപ്പുമില്ല, പ്രഖ്യാപനം മാത്രമാണ്. അപ്പോൾ പൊളിറ്റിക്കലായിട്ട് നമ്മൾ കാണേണ്ടത്, ഇന്ത്യയിൽ ഈ നിയോ ലിബറൽ വികസനത്തിൻ്റെ ഒരു ഗതിക്രമത്തിനകത്ത് നഗരങ്ങളിൽ വലിയ റിയൽ എസ്റ്റേറ്റ് മാഫിയകൾ വളർന്നു വന്നിട്ടുണ്ട്. അത്തരം റിയൽ എസ്റ്റേറ്റ് മാഫിയകൾ കണ്ണുവെക്കുന്ന സ്ഥലങ്ങളുണ്ട്. അവിടെയൊക്കെ പല കാരണങ്ങളാൽ താമസിക്കുന്നത് ന്യൂനപക്ഷങ്ങളും ദളിതുകളും ആയിരിക്കും. അത്തരം പ്രദേശങ്ങളിൽ നിന്ന്, ഗല്ലികളിൽ നിന്ന്, ചേരികളിൽ നിന്ന് അവരെ ഒഴിപ്പിച്ച് തങ്ങൾ ആഗ്രഹിക്കുന്ന രീതിയിലുള്ള നഗരനിർമ്മാണമാണ് ഈ റിയൽ എസ്റ്റേറ്റ് കുത്തകകൾ ആഗ്രഹിക്കുന്നത്. അപ്പോൾ അവരുടെ റിയൽ എസ്റ്റേറ്റ് കച്ചവട താല്പര്യങ്ങൾ അതിന് പിറകിലുണ്ട്, കോടികൾ ഒഴുകുകയാണ്. നിങ്ങൾ ഈ കോൺഗ്രസ്സുകാരൊക്കെ ഈ ഇവിടെയുള്ള 3000-ഓളം വരുന്ന മനുഷ്യരുടെ നിയമവിരുദ്ധ കയ്യേറ്റത്തെക്കുറിച്ച്, അവർ കൈവശം വെച്ചിരിക്കുന്നതിനെക്കുറിച്ച് സംസാരിക്കുമ്പോൾ ഈ കേരളത്തിലെ BJPയുടെ സംസ്ഥാന അധ്യക്ഷനായ ഒരാളുണ്ട്. അയാളുടെ റൂട്ട് മുഴുവൻ ബാംഗ്ലൂരാണ്, കർണാടകയാണ്. രാജീവ് ചന്ദ്രശേഖർ എന്നാണ് അദ്ദേഹത്തിൻ്റെ പേര്. അദ്ദേഹം ഇതേ സിദ്ധാരാമയ്യ സർക്കാരിൽ നിന്ന് അവിടെ ഇൻഡസ്ട്രിയൽ ഡെവലപ്മെൻറ്റിന് വേണ്ടി 300 ഏക്കർ ഭൂമി വാങ്ങിയിട്ടുണ്ട്. 1 ഏക്കറിന് 1 ലക്ഷം രൂപ കൊടുത്തിട്ടാണ് അയാൾ വാങ്ങിച്ചത്. അയാൾ അവിടെ എന്ത് ഇൻഡസ്ട്രിയാണ് തുടങ്ങിയത്? ഇൻഡസ്ട്രി തുടങ്ങിയാൽ അവിടെ തൊഴിൽ കിട്ടും, അങ്ങനെ ആ സംസ്ഥാനത്തിൻ്റെ മൊത്തം വികസനത്തിന് സഹായകരമാകുന്നുള്ളതിലൊക്കെയാണല്ലോ സർക്കാർ ചുരുങ്ങിയ വിലക്ക് ഭൂമി കൊടുക്കുന്നത്. 300 ഏക്കർ ഭൂമി വാങ്ങിച്ചിട്ട് അദ്ദേഹം എന്താ ചെയ്ത്? ഒരു ഇൻഡസ്ട്രിയും തുടർന്നില്ല, അത് ഡെവലപ്പ് ചെയ്ത് മുറിച്ച് വിൽക്കുക, റിയൽ എസ്റ്റേറ്റാണ്. അദ്ദേഹം 175 ഏക്കർ ഭൂമി അങ്ങനെ വിറ്റിട്ടുണ്ട്. അദ്ദേഹത്തിൻ്റെ പേരിൽ എന്തെങ്കിലും നടപടി എടുത്തു? ഇവിടെ ബുൾഡോസർ അയച്ച ആളുകൾ രാജീവ് ചന്ദ്രശേഖരനെതിരായിട്ടൊരു നടപടി എടുത്തില്ലല്ലോ. അപ്പോൾ രാജീവ് ചന്ദ്രശേഖർ എന്ന് പറയുന്ന കേരളത്തിലെ BJPയുടെ അധ്യക്ഷൻ കർണാടകയിലെ ഒരു റിയൽ എസ്റ്റേറ്റ് ഗാങ്ങിൻ്റെ ആളാണ്, റിയൽ എസ്റ്റേറ്റ് ബിസിനസ്സിൻ്റെ ആളാണ്. ഈ റിയൽ എസ്റ്റേറ്റുകാർക്ക് വേണ്ടി സൗജന്യങ്ങളും സൗകര്യങ്ങളൊക്കെ ചെയ്തു കൊടുക്കുകയും
പാവപ്പെട്ട മനുഷ്യരെ പാതിരാരാത്രി ചെന്നിട്ട് അവരുടെ കുടിലുകൾ ഇടിച്ചു നിരത്തി അവരെ തെരുവിലേക്ക് കൊടുശൈത്യത്തിലേക്ക് തള്ളുകയും എന്നിട്ട് പ്രതിഷേധമുയർന്നു വരുമ്പോൾ ഞങ്ങൾ പാക്കേജ് പ്രഖ്യാപിക്കുകയാണ്, നിങ്ങൾ 5 ലക്ഷം ഉറുപ്പിയായിട്ട് വന്നോ, എന്നാൽ ഫ്ലാറ്റ് തരാം, കയറി കിടക്കാൻ ഇടം തരാം എന്ന് പറയുകയും ചെയ്യുന്ന ഈ അധികാരി വർഗത്തിൻ്റെ ഹൂങ്കിനെതിരായിട്ടാണ് നീതിബോധമുള്ള എല്ലാവരുടെയും പ്രതിഷേധം ഉയർന്നു വരേണ്ടത്. ഇന്ത്യ മുന്നണിയുടെ ഒരു ഇടപെടൽ അല്ലെങ്കിൽ രാഹുൽ ഗാന്ധിയുടെ ഒരു സൈലൻസ് ഈ വിഷയത്തിലുണ്ട് എന്ന് തോന്നുന്നുണ്ടോ? അല്ല, അതിന് നമ്മൾ കാണേണ്ട ഒരു പ്രശ്നം, കോൺഗ്രസ് ഈ വിഷയങ്ങളൊന്നും സീരിയസ് ആയിട്ട് ചർച്ച ചെയ്യുന്നില്ല. CPMൻ്റെ പാർട്ടി കോൺഗ്രസ് ഈ കാര്യങ്ങളെ വിശകലനം ചെയ്തുകൊണ്ട് പറഞ്ഞൊരു കാര്യമുണ്ട്. BJP അവരെതിർക്കുന്നുണ്ട് രാഷ്ട്രീയമായിട്ട്, പക്ഷേ BJPക്ക് പിറകിൽ ആരാണ്? RSS ആണ്. RSSനെയും അതിൻ്റെ ഐഡിയോളജിയും എതിർക്കാൻ ആരും തയ്യാറല്ല, കോൺഗ്രസ് തയ്യാറല്ല. പാർലമെൻ്ററി രംഗത്ത് BJPക്കെതിരായിട്ട് തെരഞ്ഞെടുപ്പ് മത്സരത്തിനപ്പുറത്ത് അവർ RSSൻ്റെ രാഷ്ട്രീയ പ്രത്യയശാസ്ത്ര അജണ്ടക്കെതിരായിട്ട് ഒരു നിലപാട് സ്വീകരിക്കുന്നില്ല എന്നുള്ളതാണ് യാഥാർത്ഥ്യം. ഇപ്പം മണിപ്പൂരിലെ കുക്കികൾക്കെതിരായിട്ട് വംശയുദ്ധം നയിച്ചതാരാണ്? അവിടുത്തെ മുഖ്യമന്ത്രി. അയാൾ BJP ആകുന്നതിന് മുമ്പ് കോൺഗ്രസ് ആയിരുന്നു. കോൺഗ്രസിൻ്റെ സ്ഥാനത്ത് നിന്നാണ് അയാൾ എന്താകുന്നത്? BJP ആകുന്നത്. അരുണാചൽ പ്രദേശിൽ നിന്നൊക്കെ നമ്മളതറിയാം. ത്രിപുരയിൽ PCC അധ്യക്ഷൻ ഉൾപ്പെടെയുള്ള PCCയിലെ 40ഓളം ആളുകൾ ഒറ്റയടിക്ക് എന്ത് ചേരുക? BJP ചേരുക. എന്നിട്ട് BJPയുടെ സ്ഥാനാർത്ഥി ലിസ്റ്റിൽ ഈ സമുന്നതരായ കോൺഗ്രസ് നേതാക്കൾ വരിക. BJP ജയിച്ചു എന്ന് പറയുമ്പോൾ അവിടുത്തെ കോൺഗ്രസ്സാണ് മത്സരിക്കുന്നത്. ഇപ്പോൾ കേരളത്തിൽ മറ്റത്തൂർ എന്ന് പറയുന്ന തൃശ്ശൂർ ജില്ലയിലെ ഒരു പഞ്ചായത്തിൽ തെരഞ്ഞെടുപ്പ് കഴിഞ്ഞു. 10 സീറ്റ് LDFന്, 8 സീറ്റ് UDFന്, UDF എന്ന കോൺഗ്രസ്സിന്, 4 സീറ്റ് NDAക്ക്, 2 സ്വതന്ത്രർ. സ്വതന്ത്രം എന്ന് പറഞ്ഞാൽ കോൺഗ്രസ്സിന് തെറ്റി മത്സരിച്ച ആൾക്കാരാണ്. എന്താ സംഭവിച്ചത് അവിടെ? തൃശ്ശൂർ DCCയുടെ മൗനാനുഭാവത്തോടു കൂടി ഈ 8 കോൺഗ്രസ്സുകാർ എന്താവുകയാണ്? BJPയോടൊപ്പം ചേരുക. എന്നിട്ട് ഇടതുപക്ഷത്തെ ഒഴിവാക്കാൻ വേണ്ടി അവിടെ ഒരു സ്വതന്ത്രനെ മുൻനിർത്തി ഭരണസമിതി ഉണ്ടാക്കുക. അപ്പോൾ എത്ര വേഗത്തിലാണ് ഒറ്റച്ചാട്ടത്തിൽ കോൺഗ്രസ് BJP ആവുന്നു, BJP മറ്റത്തൂർ പഞ്ചായത്തിലെ ഭരണം പിടിക്കുന്നു. ഒരു മനസാക്ഷി കുത്തുണ്ടോ? VD സതീശനോ സണ്ണി ജോസഫിനോ ഒരു മനസാക്ഷി കുത്തുണ്ടോ? അപ്പോൾ എങ്ങനെ ഈ കോൺഗ്രസ്സിന് BJP എതിർക്കാൻ പറ്റും? ഇത് രാഹുൽ ഗാന്ധിയുടെ മൗനമാണോ, രാഹുൽ ഗാന്ധിയുടെ ഒഴിഞ്ഞുമാറ്റമാണോ എന്ന രീതിയിൽ ചർച്ച ചെയ്യുന്നതിൽ ഒരു അർത്ഥവുമില്ല. മാർക്സിസ്റ്റ് എന്ന നിലക്ക് എന്നെപ്പോലുള്ള ആളുകൾ കാണുന്നത് കോൺഗ്രസും BJPയും ഒരേ സാമൂഹ്യ സാമ്പത്തിക അടിത്തറയിൽ നിന്ന് വളർന്നു വരുന്ന നേതാക്കൾ നയിക്കുന്ന പാർട്ടിയാണ്. അവരുടെ ക്ലാസ് ഇൻട്രസ്റ്റ്, വർഗ താല്പര്യം ഒന്നാണ്. എന്നാൽ രാഷ്ട്രീയമായിട്ട് BJPയെ പോലെയല്ല കോൺഗ്രസ്. അതിന് ചരിത്രപരമായി തന്നെ മതനിരപേക്ഷ ജനാധിപത്യ ആശയങ്ങളുടെ വലിയ സ്വാധീനമുണ്ട്. ഇന്ത്യയെ രൂപപ്പെടുത്തിയ മഹത്തായ ആശയങ്ങൾ ഇന്ത്യൻ സമൂഹത്തിൽ ഉറപ്പിക്കുന്നതിൽ നിർണായകമായ പങ്കുവഹിച്ചൊരു നേതൃത്വമാണ് ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിൻ്റെത്. അപ്പോഴും ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിനകത്ത് അതിനെതിരായ നിലപാട് സ്വീകരിച്ച ഹിന്ദു മഹാസഭക്കാരും RSSകാരും ഉണ്ടായിരുന്നു. മദൻ മോഹൻ മാളവ്യ കോൺഗ്രസ് ആയിക്കൊണ്ട് തന്നെയാണ് ഹിന്ദു മഹാസഭ ഉണ്ടാക്കുന്നത്. 1915 അദ്ദേഹം കോൺഗ്രസിൻ്റെ ദേശീയ നേതാവായി നിന്നുകൊണ്ടാണ് എന്തുണ്ടാക്കുന്നത്? ഹിന്ദു മഹാസഭ ഉണ്ടാക്കുന്നത്. അപ്പോൾ ഈ ഒരു ഇരട്ടാവസ്ഥ, ഈ വിഭക്താവസ്ഥ കോൺഗ്രസിന് ഇപ്പോഴും എന്തായിട്ടാണ് മറികടക്കാൻ കഴിഞ്ഞിട്ടില്ല. ഇപ്പോൾ കഴിഞ്ഞ 11 വർഷക്കാലമായി രാജ്യം ഹിന്ദുത്വ ഭരണത്തിന് കീഴിലാണ്. ഹിന്ദു രാഷ്ട്രമായോ എന്നൊക്കെ ചോദിച്ചു കഴിഞ്ഞാൽ അത് മറ്റൊരു വിഷയമാണ്. പക്ഷേ ഹിന്ദുത്വ അജണ്ട അനുസരിച്ചാണ് രാജ്യം ഭരിക്കുന്നത്. നമ്മുടെ വിദ്യാഭ്യാസ രംഗത്ത്, നമ്മുടെ ഭരണത്തിൻ്റെ എല്ലാ മണ്ഡലങ്ങളിലും എന്താണ് RSS അജണ്ട അനുസരിച്ചുള്ള പരിഷ്കരണങ്ങൾ നടക്കുക. ഇപ്പോൾ ഗ്ലോബലൈസേഷൻ ആരംഭിച്ചതിന് ശേഷം നമ്മുടെ രാജ്യത്ത് ജനങ്ങൾക്ക് അനുകൂലമായി നടപ്പാക്കിയ ഏക പദ്ധതിയാണ് ദേശീയ തൊഴിലുറപ്പ് പദ്ധതി. അത് UPA സർക്കാർ ഈ ഗ്ലോബലൈസേഷൻ നമ്മുടെ നാട്ടിൻപുറത്തെ ഉപജീവന മാർഗ്ഗങ്ങളെയൊക്കെ മുട്ടിച്ചു. കർഷക ആത്മഹത്യകൾ, കൃഷിയുടെ പാപ്പരീകരണം, ഇങ്ങനെയൊക്കെയുള്ളൊരു പശ്ചാത്തലത്തിലാണ് 2004 UPA സർക്കാരിന് ഇടതുപക്ഷം കൊടുക്കുന്ന പിന്തുണയുടെ ഉപാധിയായിട്ട് ഇടതുപക്ഷം ഇങ്ങനെ ഒരു പദ്ധതിയെക്കുറിച്ച് പറഞ്ഞത്. അതിൻ്റെ അടിസ്ഥാനത്തിലാണ് നാട്ടിൻപുറത്തെ പാവപ്പെട്ട സ്ത്രീ പുരുഷന്മാർക്ക് 100 ദിവസമെങ്കിലും മിനിമം തൊഴിൽ ഉറപ്പ് നൽകുന്ന ഒരു പദ്ധതിയാണ്. അതിനെ അട്ടിമറിക്കുകയല്ലേ?
എന്നിട്ട് എന്താണ്, സംസ്ഥാനങ്ങൾക്ക് അതിൻ്റെ ഭാരം ഏൽപ്പിക്കുക. സംസ്ഥാനങ്ങൾക്ക് ഭാരം ഏൽപ്പിക്കുമ്പോൾ എന്താണ്, കേന്ദ്രത്തിൻ്റെ നിയന്ത്രണം ശക്തമാക്കുക. കേന്ദ്ര ഗ്രാമവികസന വകുപ്പിന് കീഴിൽ ഇത് കൊണ്ടുവരാനും ഇതിൻ്റെ സ്റ്റിയറിംഗ് ഇപ്പം അതാത് തദ്ദേശ ഭരണ സ്ഥാപനങ്ങളുടെ ആണ് ഇതിൻ്റെ സ്റ്റിയറിംഗ് ഒക്കെ നടക്കുന്നത്, ഇതിൻ്റെ നിയന്ത്രണമൊക്കെ നടക്കുന്നത്. നേരിട്ട് ഇത് ഉദ്യോഗസ്ഥ സംവിധാനത്തിലേക്ക് കൊണ്ടുപോവുകയാണ്. അതിൻ്റെ അർത്ഥം എന്താണ്, തൊഴിലുറപ്പ് എന്ന് പറയുന്ന വളരെ മഹത്തായ പാവപ്പെട്ടവരെ സഹായിക്കുന്ന ഒരു പദ്ധതിയുടെ അടിസ്ഥാന ആശയത്തെ തന്നെ ഇല്ലാതാക്കുക. ഇനി ഇതൊരു ബജറ്ററി വിഹിതം അനുസരിച്ച് പ്രവർത്തിക്കുന്ന പദ്ധതിയായിരിക്കും. നിങ്ങൾ ബജറ്റിൽ പണം നീക്കി വെച്ചാലും ഇല്ലെങ്കിലും 2005 ദേശീയ തൊഴിലുറപ്പ് നിയമം അനുസരിച്ച് എന്താണ്, നിങ്ങൾ 100 ദിവസമെങ്കിലും അതിൽ രജിസ്റ്റർ ചെയ്ത ആൾക്കാർക്ക് പണി കൊടുക്കാൻ ബാധ്യസ്ഥ ഗവൺമെൻറ്. കൊടുക്കുന്നില്ലെങ്കിൽ എന്ത് കൊടുക്കണമെന്നാ, തൊഴിലില്ലായ്മ വേതനം കൊടുക്കണമെന്ന്. അതിനെ അട്ടിമറിക്കുകയാണ്. അപ്പോൾ ഇതെല്ലാം നടക്കുമ്പോൾ മുഖ്യ പ്രതിപക്ഷ പാർട്ടിയായ കോൺഗ്രസ് എന്ത് ചെയ്യുന്നുണ്ട്, കേരളത്തിൽ ഈ തെരഞ്ഞെടുപ്പിനെ മുന്നിൽ കണ്ടുകൊണ്ട് ചില സ്ഥലത്ത് ബാനറൊക്കെ പിടിച്ച് സത്യാഗ്രഹം നടത്തുന്നുണ്ട്, ധർണ നടത്തുന്നുണ്ട്, ഇല്ല എന്ന് ഞാൻ പറയുന്നില്ല. പക്ഷേ ഇതിനൊക്കെ എതിരായിട്ട് ദേശീയ തലത്തിൽ പ്രക്ഷോഭം നടത്തുന്നുണ്ടോ കോൺഗ്രസ്? എന്തെങ്കിലും ഇവിടെ നടത്തുന്നുണ്ടോ? ഇന്ത്യയിലെ വിശ്വോത്തരങ്ങളായ സർവകലാശാലകൾ, JNU ഉൾപ്പെടെ, അവിടെയൊക്കെ എന്താണ്, ആ ഗാന്ധിയെ കൊന്ന ഗോഡ്സെയുടെ ആരാധിക അതിൻ്റെ VC-യാണ്. ഇന്ത്യൻ നാഷണൽ കോൺഗ്രസ്, NSU ഒക്കെ ഇതിനെതിരായിട്ട് എന്തെങ്കിലും പറഞ്ഞു. ഇടതുപക്ഷ വിദ്യാർത്ഥികളോ അല്ലാതെ ഈ ഇന്ത്യൻ നാഷണൽ കോൺഗ്രസ് എന്ന് പറയുന്ന മുഖ്യ പ്രതിപക്ഷ പാർട്ടി ഇതിനെതിരായിട്ട് എന്തെങ്കിലും നിലപാട് സ്വീകരിക്കുന്നു. ദേശീയ വിദ്യാഭ്യാസ നയം പാർലമെൻറ്റിൽ പോലും ചർച്ച ചെയ്യാതെ കോവിഡിൻ്റെ മഹാമാരിയുടെ സാഹചര്യത്തെ ഉപയോഗപ്പെടുത്തി പാസ്സാക്കിയെടുത്തു. അതനുസരിച്ചുകൊണ്ട് രാജ്യത്ത് നിന്ന് നടക്കുകയാണ്. വിദ്യാഭ്യാസത്തിൻ്റെ എല്ലാ മേഖലകളിലും എന്താണ്, കാവ്യവൽക്കരണം നടപ്പാക്കുകയാണ്. സിലബസിൽ UGCയിലേക്ക് എല്ലാ അധികാരങ്ങളും കേന്ദ്രീകരിക്കുകയാണ്. അപ്പോൾ ഇങ്ങനെയൊക്കെയുള്ളൊരു നയങ്ങൾക്കെതിരായിട്ട് എന്തെങ്കിലും ചെയ്യുന്നുണ്ടോ? ഒരു നടപടിയും സ്വീകരിക്കുന്നില്ല. ഈ കേരളത്തിൽ ഗവർണർ വന്നിട്ട് ദേശീയ വിദ്യാഭ്യാസ നയം നടപ്പാക്കാൻ വേണ്ടിയിട്ട് നമ്മുടെ VC-മാരെയൊക്കെ നിയമിക്കാനുള്ള അധികാരത്തിന് വേണ്ടി ഒരുപാട് കുത്തിത്തിരിപ്പുകൾ നടത്തിയപ്പോൾ ആരിഫ് ഖാനെ ഇപ്പോൾ ഉള്ള ഗവർണറെയൊക്കെ സപ്പോർട്ട് ചെയ്യുന്ന നിലപാടല്ലേ ഇവിടുത്തെ പ്രതിപക്ഷം എടുത്തത്, കോൺഗ്രസ് പാർട്ടി എടുത്തത്. അപ്പോൾ കോൺഗ്രസ്സിന് ഹിന്ദുത്വം ഉണ്ടാക്കുന്ന ഒരു ഫാസിസ്റ്റ് ഭീഷണിയെ സംബന്ധിച്ച് ഇപ്പോഴും എന്തില്ല, ആ രീതിയിലുള്ളൊരു ഗൗരവമോ അതിൻ്റെ അടിസ്ഥാനത്തിലുള്ള ഒരു ദേശീയ രാഷ്ട്രീയ അജണ്ടയോ ഇല്ല. അവർ SIR എന്നാൽ പിന്നെ അതിനെതിരായിട്ടൊരു പ്രതിഷേധമായി കഴിയാം. എന്നാൽ ഇഷ്യൂ ബേസ്ഡ് ആയിട്ടുള്ള പ്രതികരണങ്ങൾ നടത്തുന്നതിനപ്പുറത്ത് ഹിന്ദുത്വത്തെ ദേശീയ അധികാരത്തിൽ നിന്ന് മാറ്റാൻ കഴിയുന്ന രാഷ്ട്രീയവും പ്രത്യയശാസ്ത്രവുപരമായ മിനിമം ഒരു മതനിരപേക്ഷ അജണ്ട കോൺഗ്രസ് ഇന്ന് ഈ രാജ്യത്തെ ജനാധിപതികൾ പ്രതീക്ഷിക്കുന്നുണ്ട്. അത് കോൺഗ്രസിന് ഇല്ല എന്നുള്ളതാണ് ഇപ്പോൾ ഉള്ള ഒരു പ്രശ്നം. ഏറ്റവും അവസാനമായിട്ട്, രാജ്യത്ത് വികസനം വ്യക്തമായിട്ടും വേണം, എന്നാൽ ജനജീവിതം വളരെ സമാധാനപൂർവ്വം വേണ്ടിവരും. ഇത്തരം വിഷയങ്ങളിൽ ഇടതുപക്ഷത്തിനൊരു മാർഗരേഖ അല്ലെങ്കിൽ ഇടതുപക്ഷത്തിന് ഇതിനകത്ത് ഇടതുപക്ഷത്തിൻ്റെ ഒരു വഴി എന്തായിരിക്കും ഇതിനകത്ത്? ഇടതുപക്ഷം ഏതൊരു സമൂഹത്തിലും മുന്നോട്ട് പോകണമെങ്കിൽ ആ സമൂഹത്തിൽ എല്ലാ അർത്ഥത്തിലുമുള്ള മൈത്രി ഉണ്ടാവണം. സാമൂഹ്യമായ സന്തുലനം വളരെ പ്രധാനമാണ്. സാമൂഹ്യമായ സന്തുലനം ഉണ്ടാകണമെങ്കിൽ എന്ത് വേണം? ഒരു സാമൂഹ്യ വിഭാഗവും വിവേചനം അനുഭവിക്കരുത്, ഡിസ്ക്രിമിനേറ്റീവ് ആവരുത് ഭരണകൂടം. BJPയുടെ ഭരണകൂടം എന്താണ്? അങ്ങേയറ്റം വിവേചന സമീപനമാണ് അതിനുള്ളത്. അത് മുസ്ലിങ്ങളോട് എടുക്കുന്ന സമീപനം, ദളിതുകളോട് എടുക്കുന്ന സമീപനം, ക്രിസ്ത്യാനികളോട് എടുക്കുന്ന സമീപനം എന്താണ്? വിവേചനപരമാണ്. നമ്മൾ ഈ ചർച്ച നടത്തുമ്പോൾ നമ്മൾ മനസ്സിലാക്കണം, ദേശീയ തലത്തിലുള്ള മുസ്ലിം വിഭാഗത്തിൽപ്പെട്ട പെൺകുട്ടികളുടെയും ആൺകുട്ടികളുടെയും വിദ്യാഭ്യാസ ഉന്നതിക്ക് വേണ്ടിയുള്ള എത്ര സ്കോളർഷിപ്പുകൾ, മൗലാന അബ്ദുൽ കലാം ആസാദിൻ്റെ പേരിലുള്ള സ്കോളർഷിപ്പുകൾ വരെ ഇല്ലാതാക്കി എന്ന് പറഞ്ഞാൽ കടുത്ത വിവേചനം. ഭരണഘടനയുടെ 14-ാം ആർട്ടിക്കിൾ ഇന്ത്യയിലെ ജനങ്ങൾക്ക് ഉറപ്പ് നൽകുന്നതാണ്. മതത്തിൻ്റെ പേരിൽ, ജാതിയുടെ പേരിൽ, ലിംഗത്തിൻ്റെ പേരിൽ, പ്രദേശത്തിൻ്റെ പേരിൽ, ഭാഷയുടെ പേരിൽ ഒരു വിവേചനം അനുവദിക്കുന്നില്ല എന്ന്. പക്ഷേ ഇപ്പോൾ എത്രത്തോളം വിവേചനപൂർവ്വമാണ് നമ്മുടെ രാജ്യത്ത് ഭരണം നടക്കുന്നത്. അതുകൊണ്ട് വിവേചനങ്ങൾ ഇല്ലാതാക്കുക എന്നുള്ളത് വളരെ പ്രധാനമാണ്. അതിനുവേണ്ടി എല്ലാവരെയും ഉൾക്കൊള്ളുക എന്നുള്ളതാണ്. ഇടതുപക്ഷം പ്രധാനമായിട്ടും അതിൻ്റെ ക്ഷേമ വികസന പ്രവർത്തനങ്ങളോടൊപ്പം തന്നെ എന്താണ്, മൈത്രിയെ, ഇന്ത്യ പോലുള്ളൊരു ബഹുമത സമൂഹത്തിനകത്ത് മതനിരപേക്ഷതയെ മുൻനിർത്തിയാണ് പ്രവർത്തിക്കുന്നത്. മതനിരപേക്ഷതയ്ക്ക് പുറലേൽക്കുന്ന ഒന്നും ചെയ്യാൻ പാടില്ല എന്നുള്ളതാണ്. ഇവിടെ നമ്മളെന്താ കണ്ടുകൊണ്ടിരിക്കുന്നത്? UDF ഒരു ഭാഗത്ത് അവർ ഹിന്ദുത്വത്തെ ഒളിഞ്ഞും തെളിഞ്ഞും സഹായിക്കുന്നു, അതിൻ്റെ അജണ്ടയിൽ കളിക്കുന്നു. മറുഭാഗത്ത് എന്താണ്? ന്യൂനപക്ഷങ്ങളിലേക്ക് കടന്നു കയറുക എന്നുള്ള രീതിയിൽ മതരാഷ്ട്രവാദികളായ ജമാഅത്തെ ഇസ്ലാമിയുമായിട്ട് പരസ്യമായിട്ട് തന്നെ അലയൻസ് ഉണ്ടാക്കുന്നു. അപ്പം ഇരട്ടത്താപ്പാണിത്. രാഷ്ട്രീയമായ സത്യസന്ധത ഇല്ലായ്മയാണ്. അതുകൊണ്ട് ഞങ്ങൾ കാണുന്നത് ജനങ്ങളുടെ ഭൗതിക ജീവിതത്തിൽ
ഭൗതിക ജീവിതത്തിൽ വലിയ മാറ്റങ്ങൾ ഉണ്ടാവണം. ആളുകൾക്ക് ഇന്നത്തത് പോലുള്ള ഒരു മാറി വരുന്ന ഒരു ലോകത്തിൻ്റെ എല്ലാ ജീവിത അനുഭവങ്ങളും സ്വായത്തമാക്കാൻ കഴിയണം. ഇടതുപക്ഷ ആ ലക്ഷ്യത്തോടു കൂടിയാണ് ഇന്നത്തെ ഒരു കേന്ദ്ര ഭരണത്തിൻ്റെ പരിമിതിക്കകത്ത് നിന്നുകൊണ്ട് കേരളത്തിൽ അതിൻ്റെ വികസന കാഴ്ചപ്പാടുകൾ മുന്നോട്ട് വച്ചിരിക്കുന്നത്. വികസനത്തെയും സാമൂഹ്യ മൈത്രിയെയും ഒന്നിപ്പിച്ച് കൊണ്ടുപോകാൻ കഴിയുക എന്നുള്ളതാണ് പ്രധാനം. വികസനം ഒരു തരത്തിലും ഏതെങ്കിലും ഒരു വിഭാഗത്തെ അകറ്റുന്നതോ അവരുടെ താല്പര്യങ്ങളെ ഹനിക്കുന്നതോ ആവാൻ പാടില്ല എന്നുള്ളതാണ് പ്രശ്നം. വികസനത്തിൻ്റെ പേരിൽ ആരെങ്കിലും കുടിയൊഴിപ്പിക്കാൻ പാടില്ല. കുടിയൊഴിപ്പിക്കുകയാണെങ്കിൽ അവർക്ക് ആവശ്യമായിട്ടുള്ള പുനരധിവാസം വേണം. ഇനി കുടിയൊഴിപ്പിക്കേണ്ട കാലമല്ല, പുനരധിവാസത്തിൻ്റെ കാലമാണ്. എല്ലാ വിഭാഗങ്ങളും ജീവിതത്തിൻ്റെ ഏറ്റവും പ്രധാനപ്പെട്ട പ്രശ്നം വിഭവങ്ങൾക്ക് മുകളിൽ, സമ്പത്തിന് മുകളിൽ പങ്കുണ്ടാവുക എന്നുള്ളതാണ്. സമ്പത്തിൻ്റെയും വിഭവങ്ങളുടെയും പങ്ക് ജനങ്ങൾക്ക് എങ്ങനെയാണ് കിട്ടുക? അത് സ്റ്റേറ്റ് അവരിലേക്ക് എത്തിക്കണം. അതിനുവേണ്ടിയാണ് നാനാവിധമായ ക്ഷേമ പദ്ധതികൾ പ്രഖ്യാപിക്കുന്നത്. ക്ഷേമ പെൻഷൻ, അതേപോലെ വീടുകൾക്കകത്ത് അദൃശ്യമായ അധ്വാനം ചെലവഴിക്കേണ്ടി വരുന്ന, കാണാപ്പണിയെടുക്കുന്ന സ്ത്രീകൾക്ക് ധനസഹായം കൊടുക്കുന്നത്. അപ്പോൾ ഇങ്ങനെയുള്ള നിരവധി ക്ഷേമ പദ്ധതികളിലൂടെ ജനങ്ങളുടെ കൈകളിൽ പണമെത്തിക്കുന്നത് വഴിയാണ് ഒരു സ്റ്റേറ്റ് വിഭവത്തിലും സമ്പത്തിലും ജനങ്ങൾക്ക് പങ്കുണ്ടാക്കി കൊടുക്കുന്നത്. അപ്പോൾ അങ്ങനെയുള്ളൊരു ക്ഷേമപൂർണ്ണമായ വികസനം നടപ്പാക്കുമ്പോൾ ആ സമൂഹത്തിനകത്ത് മതത്തിൻ്റെയും വംശത്തിൻ്റെയും ജാതിയുടെയൊക്കെ പേരിൽ പരസ്പരം ജനങ്ങൾ വേർപിരിയാൻ പാടില്ല. അതുകൊണ്ട് എല്ലാവിധത്തിലുള്ള വിവേചനങ്ങൾക്കും വിദ്വേഷത്തിനെതിരായിട്ട് ഉയർന്ന ഒരു സാമൂഹ്യ സംസ്കാരം, ഒരു സംസ്കാരത്തിൻ്റെതായ ഒരു വിശാലത ഉണ്ടാക്കിയെടുക്കുക എന്നതും വളരെ പ്രധാനപ്പെട്ട ഉത്തരവാദിത്തമാണ്. ആ ഉത്തരവാദിത്തം നിർവഹിക്കണമെങ്കിൽ കറകളഞ്ഞ മതനിരപേക്ഷ നിലപാട്, മതനിരപേക്ഷത, സെക്കുലറിസം എന്ന് പറയുന്ന എല്ലാത്തിനെയും ഉൾക്കൊള്ളുന്ന, ബഹുസ്വരതയെ ഉൾക്കൊള്ളുന്ന ഒരു സംസ്കൃതിയെയാണ് നമ്മൾ മതനിരപേക്ഷത എന്ന് പറയുന്നത്. അല്ലാതെ മതത്തെ നിരാകരിക്കുന്നതല്ല, മതവിശ്വാസത്തെ ഒഴിവാക്കുന്ന, മതം വിശ്വാസമുള്ളവരും വിശ്വാസമില്ലാത്തവരും വ്യത്യസ്ത മതങ്ങളിൽ വിശ്വസിക്കുന്നവർക്കും എല്ലാം തുല്യരായ ഒരു സമൂഹത്തിൽ ജീവിക്കാൻ കഴിയണം. ഇടത്തോട്ട് മുണ്ടെടുക്കുന്നവർക്കും വലത്തോട്ട് മുണ്ടെടുക്കുന്നവർക്കും മോരുകറി കഴിക്കുന്നവർക്കും ബീഫ് കഴിക്കുന്നവർക്കൊക്കെ തുല്യമായി. ബീഫ് ഒരു മ്ലേച്ഛ ഭക്ഷണമാണ്, മോരുകറി കാളനാണ് വളരെ വിശുദ്ധ ഭക്ഷണം എന്നൊന്നും ആ സമൂഹത്തിൽ, അതൊക്കെ വ്യക്തികളുടെ അഭീഷ്ടമാണ്. എന്ന് പറഞ്ഞാൽ സാമൂഹ്യമായ വ്യത്യാസങ്ങളെ മാത്രമല്ല, വ്യക്തികളുടെ വ്യക്തിത്വത്തിലെ ബഹുസ്വഭാവങ്ങളെ കൂടി ഉൾക്കൊള്ളുന്നതാണ് ജനാധിപത്യം. അങ്ങനെ ഒരു സമൂഹത്തിന് മാത്രമേ സൗഹാർദ്ദപൂർവ്വം ജീവിച്ചു പോകാൻ പറ്റും. ആ സൗഹാർദ്ദപൂർവ്വം മനുഷ്യരെ ജീവിപ്പിക്കാൻ നയിക്കുന്ന പ്രത്യയശാസ്ത്രമാണ് സെക്കുലറിസം. എന്തായാലും താങ്കളുടെ സമയം ഞങ്ങൾക്ക് നൽകിയതിൽ വളരെയധികം നന്ദി. Yes.